27 കൊല്ലം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അദ്ദേഹത്തിൻ്റെ ജയിലിലിട്ടു. ആ 27 കൊല്ലത്തിൽ 17 കൊല്ലം ഇരുട്ടറയിലിട്ടു. കുലുങ്ങിയില്ല, ലേവലേശം ചാഞ്ചല്യം പ്രകടിപ്പിച്ചില്ല. ഓരോ ആഴ്ചയും 2-3 പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കും, 1-2 നേരത്തെ ഭക്ഷണവും കൊടുക്കും സാമ്രാജ്യത്വം. 27 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ലോകം എണീറ്റു നിന്ന് ആ മനുഷ്യനെ സല്യൂട്ട് ചെയ്തു. ലോകത്തിലെ ജനതതി മുഴുവൻ അദ്ദേഹത്തിനെ ബഹുമാന പുരസ്സരം സല്യൂട്ട് ചെയ്തു. ആ മനുഷ്യനായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡൻ്റായത്. പിന്നീട് മഹാത്മാഗാന്ധിയെ ഉദ്ധരിക്കാതെ അദ്ദേഹം ഒരു പ്രസംഗവും നടത്തില്ല ലോകത്തിൽ. ലോങ് വാക്ക് ടു ഫ്രീഡം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥ നിങ്ങൾ വായിക്കണം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിക്കണം. ഞാൻ ഈ 27 കൊല്ലം ഒരാളെ ജയിലിലിട്ടിട്ട് അദ്ദേഹം അത് ത്യാഗം അനുഭവിച്ചു എന്ന് പറഞ്ഞ് കാരിരുമ്പിൻ്റെ ശക്തിയോട് കൂടിയിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് വന്നത്. ഇന്നത്തെ ആ തലമുറയെ 2 മണിക്കൂർ ഈ ക്ലാസ് റൂമിൽ അടച്ചിട്ട് നിങ്ങളവിടെ ഇരിക്കുമോ? ക്ഷമയില്ല, സഹനശക്തിയില്ല. പക്ഷെ ഇന്നലത്തെ ആ കുട്ടികൾ സഹനശക്തി കാണിക്കുന്നുണ്ട് കേട്ടോ. ഡൽഹിയിൽ അടികൊള്ളുന്നു, ഞങ്ങളെ അടിച്ചു കൊന്നോളാനാണ് പല വിദ്യാർത്ഥികളും ഇന്നലെ പോലീസുകാരോട് പറഞ്ഞത്. ഞങ്ങളെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് ആരോ മുന്നിൽ നിന്നിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കാര്യം മികത്ത് വന്ന് തൊട്ടുമ്പോഴാണ് ആൾക്കാർ പ്രതികരിക്കുന്നത്, കുറച്ച് വഴുകിയിട്ട്. അത് പാടില്ല. പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അത് ആൾക്കാരുടെ മേത്ത് തട്ടിയെന്നറിഞ്ഞപ്പോൾ തിരൂരും പൊന്നാനിയും മലപ്പുറവും കേരളത്തിലും ഇന്ത്യയിലും പല ഭാഗത്തും 10,000-കണക്കിന് ജനങ്ങൾ റോട്ടിലിറങ്ങി. എന്തിനാണ് നിങ്ങൾ അവനവൻ്റെ മേത്തൊരു സാധനം വന്ന് മുട്ടാൻ നിൽക്കുന്നത്? അവരൻ്റെ വീട്ടിൽ, അന്യൻ്റെ വീട്ടിൽ ഒരു പ്രശ്നം വന്നാൽ അതിനോട് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് പ്രശ്നം വരാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു വിജ്ഞാനം നിങ്ങൾ സമ്പാദിക്കണം. മനുഷ്യൻ ഒന്നാണ് എന്നുള്ളൊരു ധാരണ വരണം. മാനവികതയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ഗുണമെന്ന ബോധം മനസ്സിലുണ്ടാകണം. മനുഷ്യനെ അവഗണിച്ചുള്ളൊരു ജീവിതത്തിന് ഒരു പ്രസക്തിയുമില്ല. ഞാൻ മാത്രം ജീവിച്ചാൽ മതി, എൻ്റെ കുടുംബത്തിൻ്റെ മാത്രം എല്ലാം മതി എന്നുള്ള ധാരണ വന്നാൽ മനുഷ്യൻ മൃഗമായിട്ട് മാറും. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരെന്നും സുഖത്തിനായി വരയണമെന്ന് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ പാടിയത് വെറുതെയല്ല. പക്ഷെ ഇന്ന് ആരും അത് അനുവർത്തിക്കുന്നില്ല എന്ന് മാത്രം. നിൻ്റെ അടുത്തിരിക്കുന്നവന് വേദനയാണ് ഉണ്ടാക്കുന്നത് നിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് എങ്കിൽ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യേണ്ട എന്നാണ് പറയാൻ അർത്ഥം. മറ്റുള്ളവനെ വേദനിക്കുന്നുവെങ്കിൽ നീ സുഖിക്കേണ്ട കാര്യമില്ല. എന്തൊരു മനുഷ്യ സ്നേഹമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗുരുനാഥൻ പറഞ്ഞത്. ഇന്ന് ആര് ഗുരുനാഥനെ ഓർക്കുന്നു? ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം വായിക്കണം, ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വദർശനങ്ങൾ വായിക്കണം. ക്ലാസ് മുറികളിൽ വന്ന് നിങ്ങൾ വിഷയം പഠിച്ച് നിങ്ങളുടെ പരീക്ഷ ഏതാളുടെ വിഷയം പഠിച്ചു പോയാൽ മനുഷ്യനാവില്ല. ഇന്ന് നിരവധി സർവകലാശാലകളുണ്ട്, 1000-കണക്കിന് കോളേജുകളുണ്ട്. അതിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളിൽ 80% മനുഷ്യന്മാരല്ല, യന്ത്രങ്ങളാണ്. നിങ്ങൾ എത്ര പേര് യന്ത്രമുണ്ട് മനുഷ്യനാണ്? സ്വയം പരിശോധിക്കുക. മനുഷ്യനെന്ന് പറഞ്ഞാൽ മജ്ജയും മാംസവും മാത്രം പോരാ, വൈകാരികത വേണം, ചിന്ത വേണം, സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ളൊരു മനസ്ഥിതി വേണം, മനുഷ്യനെ സ്നേഹിക്കാനുള്ളൊരു ഇച്ഛാശക്തി വേണം. അപ്പോഴാ മനുഷ്യനാവുക. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ യുവാവിൻ്റെ പേര് നിങ്ങളെപ്പോലുള്ള 18, 17, 19 വയസ്സുള്ള ആൾക്കാരല്ല, ഇപ്പം അവിടെ സമരം ചെയ്യുന്ന യുവാക്കളും അല്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുവാവിൻ്റെ പേര് വൃദ്ധനായ 77 വയസ്സുകാരനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയായിരുന്നു. ഇന്ത്യ മുഴുവൻ നടന്നു അദ്ദേഹം. ഒരു ഒറ്റമുണ്ടുടുത്തൊരു ഷോളും പുതച്ച്, ഒരു മുളവടിയും കയ്യിലേന്തി, ചിലപ്പോൾ ഒരു റാന്തൽ വിളക്കം പിടിച്ച്, ചിലപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെയും എടുത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കിടുകിട വിറപ്പിച്ചു അദ്ദേഹം അഹിംസാ സിദ്ധാന്തത്തിലൂടെ, നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സമകാലികരും നടത്തിയിട്ടുള്ള സമ്മേളനത്തിൻ്റെയും സമരത്തിൻ്റെയും ഫലമായിട്ട് നിങ്ങളിപ്പോൾ ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അതെങ്കിലും ഒന്ന് ഓർക്കുക. ഈ പൂർവികരുടെ സമരമില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയില്ല. നിങ്ങളുടെ ബാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ നടത്തിയൊരു സമരമുണ്ടല്ലോ. ആ സമരത്തിൻ്റെ ഫലമായിട്ട് അങ്ങനെ ഒത്തുകൂടി ഇരിക്കാൻ പറ്റുന്നത്. അതറിയണമെങ്കിൽ ചരിത്രം പഠിക്കണം. ഒരു രാഷ്ട്രത്തിൻ്റെ ചരിത്രബോധമില്ലെങ്കിൽ രാഷ്ട്രത്തിൽ ജനാധിപത്യമില്ല. ആ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ് റൂമിലിരുന്ന് വർത്തമാനം പറയുന്നതല്ല ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധമാണ്, സമത്വത്തെക്കുറിച്ചുള്ള ബോധമാണ്, അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധമാണ്.
താൻ എനിക്കുള്ള അവകാശം മറ്റൊരുത്തനും കിട്ടുന്നുണ്ടോ എന്നുള്ള സൂക്ഷ്മ നിരീക്ഷണമാണ് ജനാധിപത്യ ബോധം. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു നൈതിക ബോധമാണ്. ദൈനംദിന ജീവിതത്തിലെ നൈതികതയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. എൻ്റെ ഒപ്പം നിങ്ങൾ, എൻ്റെ അടുത്തിരിക്കുന്ന ആളെ എന്നെപ്പോലെ കണക്കാക്കുന്ന പ്രക്രിയയ്ക്കാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നിങ്ങളത് കണക്കാക്കാറുണ്ടോ? അടുത്തിരിക്കുന്ന ആളെ നിങ്ങളാണെന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നാറുണ്ടോ? അങ്ങനെ തോന്നണമെന്ന് പറഞ്ഞവരെ ഈ ഗുരുവര്യന്മാർ, ഞാൻ ഈ പറഞ്ഞ പേരുകളൊക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരും ഗുരുവര്യന്മാരും ഉണ്ടായിട്ടുള്ള ഈ രാജ്യത്താണ് ഇന്ന് ഞങ്ങൾ മാത്രം മതി, ഞങ്ങൾ പറയുന്നത് മാത്രം ശരി, ഞങ്ങൾ പറയുന്നത് കേൾക്കുക, ഞങ്ങൾ പറയുന്നത് കാണുക എന്ന് പറയുന്ന ഒരു ഭരണകൂടം കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഗാന്ധിവധത്തിനെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല ഇന്ത്യൻ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിൽ 1980-കളിൽ നിലവിൽ വന്നതിന് ശേഷം പിന്നീട് അത് വീണ്ടും പരിഷ്കരിച്ച് NCERT സിലബസിലൂടെയും ഇപ്പോൾ PM ശ്രീയിലൂടെയൊക്കെ വരുന്ന ചരിത്ര വിധ്വംസനത്തിൻ്റെ പാഠങ്ങൾ, ശാസ്ത്രവിരുദ്ധ ചിന്താഗതികൾ, യുക്തിരഹിത ചിന്താഗതികൾ, ഇതൊക്കെ വിദ്യാഭ്യാസ മേഖലയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കൊരു ബോധം വേണ്ടേ? ഇപ്പൊ കുട്ടികൾ പറയും മിക്കവാറും, ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞാൽ നേരെ വിദേശത്തേക്ക് പോകും. എന്താ അവിടെ വലിയ എടുത്തു വെച്ചിട്ടുണ്ടോ? ഒരു മിഥ്യാധാരണയാണത്, തികച്ചൊരു മിഥ്യാധാരണയാണ്. പല ഉയർന്ന ക്വാളിഫിക്കേഷനുള്ള പലരും വിദേശത്ത് പോയിട്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന എത്രയോ ആൾക്കാരെ കാണാനിട വന്നിട്ടുണ്ട്. ഞാനടക്കം, ഞാൻ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാമത്. അവനവൻ്റെ നാട്ടിൽ നമ്മളുടേതായിട്ട് കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് സർഗാത്മകതയുടെ പ്രതീകമായി, സൃഷ്ടി വൈഭവത്തിൻ്റെ മൂർത്തിമദ്ഭാവമായി നിങ്ങൾക്ക് മാറാൻ പറ്റില്ലേ? നിങ്ങളുടെ ഉള്ളിലൊരു നേതാവില്ലേ? എല്ലാവരും ചോദിക്കും നിങ്ങളുടെ നേതാവ് ആരാ? ഇപ്പോൾ നേരത്തെ അവിടെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേര് പറയും. അങ്ങനെ പറയണ്ട. നിങ്ങളുടെ നേതാവ് നിങ്ങളാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആന്തരികതയിലുള്ള പ്രശോഭിക്കുന്നൊരു വ്യക്തിത്വമില്ലേ? അതാണ് നിങ്ങളുടെ നേതാവ്. ആ നേതാവിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? അങ്ങനെ നിങ്ങളാണ് നിങ്ങളുടെ നേതാവ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കണം, പുറത്തേക്ക് നോക്കിയാൽ പോരാ. ഇപ്പോൾ മോള് ക്ലാസ്സിൽ വന്നിട്ട് വൈകുന്നേരം പോണവരെ ഈ അടുത്തിരിക്കുന്ന ആളെങ്ങനെ നോക്കിയിരുന്നാൽ അവനവൻ എന്താണെന്ന് മനസ്സിലാവില്ല. അവനവനെ നോക്കലാണ് വിദ്യാഭ്യാസം. ടീച്ചർമാർ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാനും കുറേ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവനവനെ മനസ്സിലാക്കുന്നതാണ് ആത്യന്തിക വിദ്യാഭ്യാസം. അവനവനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആരാണ് എന്നുള്ള ചിന്താഗതി വരിക. നമ്മൾ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് പല ഉത്തരങ്ങളും ലോക തത്വചിന്തകന്മാരും ചരിത്രകാരന്മാരും പറഞ്ഞിട്ടുണ്ട്, ആത്മീയ നേതാക്കന്മാരുമെല്ലാം. മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കടന്നു വന്ന് 1917, അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് ബ്രിട്ടീഷ് മഹാറാണിയുമായിട്ട് ചർച്ചയ്ക്ക് വട്ടമേശ സമ്മേളനത്തിന് പോയ സമയത്ത് മാഞ്ചസ്റ്റർ തുറമുഖത്തിൽ കപ്പിലിറങ്ങി. അന്ന് 2 പല്ലും പോയിട്ടുള്ള ഗാന്ധിയാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ബ്രിട്ടീഷുകാരൻ്റെ അടി കൊണ്ടിട്ട് പല്ലൊക്കെ പിന്നെ വെച്ചിട്ടൊന്നുമില്ല ഗാന്ധി. അങ്ങനെ ഒരു ഒറ്റമുണ്ടും ചുറ്റിയിട്ട് ഈ വടിയും പിടിച്ച് ഷോളം പുതച്ച് കപ്പലിൽ നിന്ന് ഇറങ്ങി വന്ന ഈ അത്ഭുത പുരുഷനെ കാണാൻ ബ്രിട്ടീഷ് പ്രഭുക്കന്മാരും പ്രഭുകളും മാഞ്ചസ്റ്റർ തുറമുഖത്തിൽ തടിച്ചുകൂടി. പക്ഷെ ഷർട്ടിടാതെ നടക്കുന്നൊരു പുരുഷനാണ്. അവരൊരു പ്രഭു ചോദിച്ചു, മഹാത്മാ, ക്യാൻ വി ആസ്ക് എ ക്വസ്റ്റ്യൻ? ഞങ്ങൾക്കൊരു ചോദ്യം ചോദിച്ചോട്ടെ? അങ്ങയോട് ചോദിച്ചോളാൻ പറഞ്ഞു. ലോകത്തിൽ അന്നത്തെ ഏറ്റവും വലിയ പ്രമുഖന്മാരെ പത്രക്കാരൊക്കെ അവിടെ വന്ന് നിൽക്കുകയാണ്. ബ്രിട്ടീഷ് മഹാറാണിയെ കാണാൻ സോട്ടും കൂട്ടിട്ടിട്ടല്ല പോകുന്നത്, ഒരു തോർത്തുമുണ്ടും ചുറ്റി ഒറ്റമുണ്ടും ചുറ്റിയിട്ടാണ് പോകുന്നത്. ലോകം മടക്കി ഭരിക്കുന്ന സാമ്രാജ്യത്വത്തിൻ്റെ പരമാധികാരിയെ കാണാൻ. ഇവർ ചോദിച്ച ചോദ്യം എന്താ അറിയോ? മഹാത്മാ, വാട്ട് ഈസ് ട്രൂത്ത്? മഹാത്മാവേ, എന്താണ് സത്യം എന്നാ ചോദിച്ചത്. എന്താ മറുപടി പറയുക? നിങ്ങളൊക്കെ പറയാറില്ലേ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. ബഹുഭൂരിഭാഗം മനുഷ്യരും വർത്തമാനം പറഞ്ഞാൽ വൈകുന്നേരം അവസാനിക്കുന്നതിനിടയ്ക്ക് ഭൂരിഭാഗം നുണയെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. സത്യം പറയൽ കുറവായിരിക്കും. നിങ്ങളടക്കം, ഞാനടക്കം ചിലപ്പോൾ. മഹാത്മാഗാന്ധി നല്ലൊരു നിർവചനം കൊടുത്തു സത്യത്തിന്. ചിന്തിക്കുന്നത് പറയുക, പറയുന്നത് പ്രവർത്തിക്കുക, അതാണ് സത്യം. സേ വാട്ട് യു തിങ്ക് ആൻഡ് ഡു വാട്ട് യു സേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? ഗാന്ധിക്ക് ദൈവം വന്ന് പഠിപ്പിച്ചു കൊടുത്തൊന്നല്ലാതെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ, നേരത്തെ പറഞ്ഞെടുത്ത നേടിയെടുത്ത വിജ്ഞാനത്തിലൂടെ, തിരിച്ചറിവിലൂടെ അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയതാണ് ചിന്തിക്കുന്നത് പറയുക,
പറയുന്നത്, പ്രവർത്തിക്കുക. ഇതിനെ മൂന്നിനെയും സമന്വയിപ്പിക്കുമ്പോഴാണ് നിങ്ങൾ സത്യത്തിൻ്റെ പ്രതീകമായിട്ട് മാറുക. അതാണ് വിദ്യാഭ്യാസം. ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അധ്യാപകന്മാരും ഗവൺമെൻറ്റും ഒക്കെ പറയുന്നത് പോലെ, ഇപ്പോൾ ഡോക്ടറാവുക, എഞ്ചിനീയറായ, നീറ്റ് പരീക്ഷ എഴുതുക, അല്ലെങ്കിൽ വേറെ എഞ്ചിനീയറിംഗ് ടെസ്റ്റ് എഴുതുക, ഇതൊക്കെ ആയിരിക്കുന്നു വിദ്യാഭ്യാസം. ഇപ്പം നീറ്റ് തന്നെ തകർന്ന തരിപ്പണായില്ലേ? CBSE തകർന്ന തരിപ്പണായില്ലേ? മഹാത്മാഗാന്ധിയും നെഹ്റുവും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുദേവനും രമണ മഹർഷിയും കണാദനും കപിലനും ബാദരായണനും ഒക്കെ ജനിച്ച നാട്ടിൽ തത്വചിന്തയുടെ കേളീരംഗമാണ് ഭാരതം. വിജ്ഞാനത്തിൻ്റെ സമന്വയത്തിൻ്റെ പ്രതീകമാണ് ഭാരതത്തിൻ്റെ പൈതൃകങ്ങൾ. ഉപനിഷത്തും വേദങ്ങളും ജന്മമെടുത്ത നാട്, ബുദ്ധിസവും ജൈനിസവും ജന്മമെടുത്ത നാട്, ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും കടന്നു വന്ന് ആ രണ്ട് വിശുദ്ധ ഗ്രന്ഥങ്ങളെ ആശ്ലേഷിച്ച നാടാണിത്. ഇന്ത്യ നിലനിൽക്കുന്നത് വടക്ക് ഹിമാലയവും തെക്കും കിഴക്കും പടിഞ്ഞാറും കടലുകളുള്ളത് കൊണ്ടല്ല. ഇന്ത്യ നിലനിൽക്കാൻ കാരണം രാമായണവും മഹാഭാരതവും ഖുറാനും ബൈബിളും കൈകോർത്ത് പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഇന്നത് മറക്കുകയാണ് ഇന്ത്യക്കാരൻ. ഇന്ന് ഞങ്ങൾ പറയുന്നത് മാത്രം ശരി എന്നുള്ളതാണ്. ഈ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ രാമായണം വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒരാൾ ഖുറാൻ വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒരാൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അർത്ഥം മനസ്സിലാക്കി വായിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഇന്ത്യക്കാരൻ്റെ കുഴപ്പം. ഒന്നാമത് ഭൂരിഭാഗം ആളിപ്പോൾ കർക്കിടക മാസമാണ്. ഇപ്പോൾ രാമായണ മാസം എല്ലാ അമ്പലങ്ങളിലും തുടങ്ങി. ഒന്ന് ചെന്ന് നോക്കും, എല്ലാ അമ്പലത്തിലും വായിക്കാൻ ഒരാളുണ്ടാവും, കേൾക്കാൻ 10 ആളുണ്ടാവും. മിക്കവാറും വായിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. എന്തിനാ അങ്ങനെ വായിച്ചിട്ട് കാര്യം? നിങ്ങളിതൊക്കെ മനഃപ്പാഠമാക്കണമെന്നല്ല പറയുന്നത്. ഇതൊക്കെ ഈ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് രാഷ്ട്രത്തിന് പരിണാമം ഉണ്ടാവുക. യുവത്വം ഒരു രാഷ്ട്രത്തിൻ്റെ ജ്വാലയാണ്, അഗ്നിജ്വാലയാണ് യുവത്വം എന്ന് പറയുന്നത്. ആ അഗ്നി എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കണം, അണയാതെ ജ്വലിക്കണം യുവത്വം എപ്പോഴും. അങ്ങനെയുള്ളൊരു ജ്വാലയാണ് ഇന്നലെയൊക്കെ ഡൽഹിയിൽ കണ്ടത്. അതവിടെ ഒരു ദിവസമാകാൻ പാടില്ല, 2 ദിവസമാകാൻ പാടില്ല, നിരന്തരമായി ജ്വലിച്ചുകൊണ്ടിരിക്കണം. ലോകം കണ്ട ഏറ്റവും വലിയ സന്യാസിയുടെമാരിൽ ഒരാളുടെ പേരാണ് സ്വാമി വിവേകാനന്ദൻ. വിവേകാനന്ദ സ്വാമി 34-ാമത്തെ വയസ്സിൽ സമാധി അടഞ്ഞു. 34-ാമത്തെ വയസ്സിൽ അദ്ദേഹം ലോകം കീഴടക്കി. വാളുകൊണ്ടും തോക്കുകൊണ്ടുമല്ല. അദ്ദേഹം കീഴടക്കിയത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വിജ്ഞാനം കൊണ്ട്. ലോകം മുഴുവൻ സഞ്ചരിച്ചു അദ്ദേഹം. 1893 അമേരിക്കയിൽ ചിക്കാഗോ പട്ടണത്തിൽ ചെന്നുകൊണ്ട് ലോകപ്രശസ്തമായ പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം അഭിസംബോധന ചെയ്തു അമേരിക്കക്കാരെ, സഹോദരീ സഹോദരന്മാരെ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നതിന് പകരം മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്തു. ലോകം ആദ്യം കേൾക്കുകയാണ് അങ്ങനത്തെ ഒരു അഭിസംബോധന. സായിപ്പ് എപ്പോഴും ലേഡീസ് ആൻഡ് ജെന്റിൽമെന്നേ പറയുള്ളൂ. സായിപ്പുമാരും അവിടുത്തെ പണ്ഡിതന്മാരും ഞെട്ടിത്തെറിച്ചു. വിവേകാനന്ദൻ അന്ന് 1.25 മണിക്കൂറോളം പ്രസംഗിച്ചു. വേദാന്തത്തിനെ കുറിച്ച്, ഉപനിഷത്തുകളെ കുറിച്ച്, ഖുറാനെ കുറിച്ച്, ബൈബിളിനെ കുറിച്ച്, ലോകവിജ്ഞാനത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന് അദ്ദേഹം ലോകത്തിന് വിജ്ഞാനം കൊണ്ട് കീഴടക്കി. ഇന്ത്യ പൊട്ടിച്ച ആദ്യത്തെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ആയിരുന്നു ചിക്കാഗോയിൽ പൊട്ടിത്തെറിച്ച വിജ്ഞാന വിസ്ഫോടനം. വിവേകാനന്ദൻ്റെ സാഹിത്യ സർവസ്വം ഗ്രന്ഥം നിങ്ങൾ വായിക്കണം. വിജ്ഞാനം താനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫോൺ നോക്കി ഇരുന്നിട്ടൊരു കാര്യമില്ല. അപ്പം ഞാനിത് പറയുമ്പോഴും ആ കുട്ടികളിരുന്ന് വർത്തമാനം പറയണം. ശ്രദ്ധ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്കാണ് വേണ്ടത്. എന്നെ ശ്രദ്ധിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അറിയാത്ത കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു ഔത്സുക്യം ഉണ്ടാകണം കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഏത് മനുഷ്യനും. നമ്മൾക്ക് ആ ഔത്സുക്യമില്ലാത്ത പോകുന്നത് എന്തുകൊണ്ട്? ജീവിതത്തിൽ മിക്കവാറും മണിക്കൂറുകൾ നമ്മൾ സാധാരണ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്നത് കൊണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ പറയുന്ന വർത്തമാനം എന്താ? ഒരു ഗഹനമായ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആന്തരികതയെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും സംഭവ വികാസങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ? നിങ്ങളുടെ വിഷയങ്ങൾ എങ്ങനെ പുതുതായിട്ട് പഠിക്കണമെന്ന രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? നിങ്ങളുടെ വിദ്യാഭ്യാസ രീതിയെ, നിങ്ങളുടെ സർവകലാശാല ക്യാമ്പസുകളെ മുഴുവൻ തച്ചു തകർപ്പണമാക്കുന്ന ഭരണകൂടമാണ് ഇന്ത്യയിൽ കഴിഞ്ഞ 1.5 ദശകമായിട്ട് അധികാരത്തിലിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ മുഴുവൻ പഠിപ്പിക്കുന്നത് അവർ പറയുന്ന പ്രാകൃതമായ ചിന്താഗതികൾ മാത്രം. ശാസ്ത്രവിരുദ്ധ ചിന്തകൾ, ചരിത്ര ധ്വംസനങ്ങൾ, പുരാണ കഥാപാത്രങ്ങളെ ചരിത്ര പുരുഷന്മാരായിട്ട് അവതരിപ്പിക്കുന്നു. രാജസ്ഥാനിലും ഗുജറാത്തിലും UP-യിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ പോയിട്ട് ഓരോ സ്കൂളുകളും ഒന്ന് സന്ദർശിച്ച് നോക്കൂ. 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇപ്പം ഈ കാണുന്ന സമരത്തിൻ്റെയൊക്കെ അടിവേര് അവിടെ കാണാം ആ പാഠപുസ്തകങ്ങളിലെല്ലാം.
മുഗൾ രാജവംശം 600 ചില്ലുവാനം കൊല്ലം മുഗൾ രാജവംശം മുസ്ലിം ചക്രവർത്തിമാരെ 600-700 കൊല്ലം ഇന്ത്യ ഭരിച്ചവർ. അവരെക്കുറിച്ച് പഠിപ്പിക്കരുത്. അവരെ പഠിച്ച വിധ്വംസക ചരിത്രങ്ങൾ മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് നിരവധി പാഠപുസ്തകങ്ങൾ അവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട് പഠിപ്പിക്കുന്നു. ശാസ്ത്രവിരുദ്ധ ചിന്താഗതികൾ പഠിപ്പിക്കുന്നു. അന്ധവിശ്വാസവും യുക്തിരഹിത ചിന്തകളും വ്യാപകമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ നീറ്റ് പരീക്ഷ നടത്തുമ്പോൾ, CBSE പരീക്ഷ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ വിചക്ഷകന്മാരെന്നറിയപ്പെടുന്ന ആ ബോർഡിൽ ഇരിക്കുന്നവർക്ക് വിദ്യാർത്ഥികളോട് എന്ത് പ്രതിബദ്ധതയാണ് ഉണ്ടാവുക? CBSE പരീക്ഷകളുടെ ക്രമക്കേട് കണ്ടുപിടിച്ചത് ഒരു +2 വിദ്യാർത്ഥിയല്ലേ? കഴിഞ്ഞ 5-10 വർഷത്തിൻ്റെ റിസർച്ച് ആ കുട്ടി ഗൂഗിളിലൂടെ നടത്തിയിട്ട് കണ്ടുപിടിച്ചു കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അതിൻ്റെ പിന്നിൽ. ചോദ്യാവലികൾ മുൻകൂട്ടി പബ്ലിഷ് ചെയ്ത് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസ കമ്പനികളെ കുറിച്ച് ഇന്ത്യയിൽ നടന്നതല്ലേ 2-3 മാസം മുമ്പ്. നിങ്ങൾ പ്രതികരിച്ചോ? നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നിയോ? ഇപ്പം നിങ്ങളുടെ മനസ്സ് തുടിക്കുന്നുണ്ടോ? ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുടിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഞാൻ കുട്ടിയെ കുറ്റം പറയല്ല. കാരണം എന്താ? അതാണ് ഫാസിസത്തിൻ്റെ വിജയം. മനുഷ്യൻ്റെ മനസ്സിനെ പ്രതികരിക്കാത്ത മനസ്സാക്കി ഇന്ത്യയിൽ മാറ്റി കഴിഞ്ഞ 15 വർഷമായിട്ട്. Nobody responds to any reasons. ഒന്നും പ്രതികരിക്കുന്നില്ല ആരും. എന്ത് വിഷയമുണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അപ്പം എന്താ മലയാളി ചെയ്യുക? അത് പോയിട്ട് റീൽസ് എടുക്കുക. എടുക്കുന്നവനെ അടിക്കണ്ടേ അപ്പോൾ? എന്നിട്ട് അതിങ്ങനെ പബ്ലിഷ് ചെയ്യുക. മാനവികത ബോധം നഷ്ടപ്പെട്ടൊരു സമൂഹമായിട്ട് മാറി. മലയാളിയുടെ സർഗചേതന ഇല്ലായ്മ ചെയ്യപ്പെടും. അന്യായമായിട്ടുള്ള സംഭവങ്ങളെ മുഴുവൻ ഇന്നത്തെ യുവതലമുറയുടെ ഏറ്റവും വലിയ കഴിവുകൾ പലതുമുണ്ട്. അവർക്ക് റീൽസ് ഉണ്ടാക്കാൻ അറിയാം, ക്രിയേറ്റീവ് കണ്ടന്റ്സ് ഉണ്ടാക്കാൻ അറിയാം, മീംസ് ഉണ്ടാക്കാൻ അറിയാം, ട്രോൾസ് ഉണ്ടാക്കാൻ അറിയാം. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, സർഗാത്മകമാണ് എങ്കിൽ, സൃഷ്ടിപരമാണ് എങ്കിൽ. പക്ഷേ അതിനെ രാഷ്ട്രപരിണാമത്തിന് വിധേയമാക്കിക്കൊണ്ട് ചെയ്യണം. അതിന് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ ചുറ്റുമുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളുടെ ഓരോ ജീവിതത്തിൻ്റെയും വളർച്ചയെക്കുറിച്ച് നിങ്ങൾ അറിയുക. രാവിലെ മുതൽ സ്കൂളിലേക്ക് വന്നു, അല്ലെങ്കിൽ കോളേജിലേക്ക് വന്നു, വൈകുന്നേരം നിങ്ങൾ പോകുന്നു. വാട്ട് ഹാവ് യു ഗെയിൻഡ്? എന്താണ് നിങ്ങൾ നേടിയെടുത്തത് അതിലൂടെ? നിങ്ങൾ മാനസികമായിട്ട് എന്തെങ്കിലും നേടിയെടുത്തു? ബൗദ്ധികമായിട്ട് എന്തെങ്കിലും നേടിയെടുത്തു? പഠിക്കാനുള്ള വിഷയങ്ങളെക്കുറിച്ച് അധ്യാപകന്മാർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷയം കൂടുതൽ അറിഞ്ഞുവെന്നല്ലാതെ അതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ ബൗദ്ധിക വളർച്ച, മാനസിക വളർച്ച, നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദിവസത്തിൽ നേടാൻ കഴിഞ്ഞു. അത് നിങ്ങൾ നേടണമെങ്കിൽ സ്വയം പരിശോധന നടത്തണം. എപ്പോഴെങ്കിലും ആത്മപരിശോധന നടത്തിയിട്ടുണ്ടോ കുട്ടി? താൻ ആരാണ് എന്നുള്ളത് ചെയ്തിട്ടുണ്ടോ? എവറി ഡേ യു ഹാവ് ടു റീഇൻവെന്റ് യുവർ സെൽഫ്. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ സ്വയം നവീകരിക്കണം. റിനോവേഷൻ. നിങ്ങൾ നിങ്ങളെ സ്വയം നവീകരിക്കാതെ ടീച്ചർമാരുടെ അഭിനന്ദന സർട്ടിഫിക്കറ്റിനും സഹപാഠികളുടെ അഭിനന്ദന സർട്ടിഫിക്കറ്റിനും വേണ്ടി നടന്നാൽ ജീവിതം പരാജയപ്പെടും. യു ഹാവ് ടു സർട്ടിഫൈ യുവർ സെൽഫ്. യു ഹാവ് ടു കൺഗ്രാജുലേറ്റ് യുവർ സെൽഫ്. ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാതെ ബാക്കിയുള്ളവർ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് എനിക്കെന്താ കാര്യം? ഇന്ന് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നവർ നാളെ എന്നെ വിമർശിക്കും, ഉറപ്പാണ്. എൻ്റെ മനസ്സ് എന്നെ നിരന്തരം അഭിനന്ദിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ എൻ്റെ മനസ്സ് എന്നെ നിരന്തരം അഭിനന്ദിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ ഞാൻ എന്നോട് വർത്തമാനം പറയണം ദിവസം. ഞാൻ ചോദിക്കണം എൻ്റെ മനസ്സ്. റീഡിഫൈനിങ് അവർ സെൽഫ്. ഞാൻ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അതാ ചെയ്തിരുന്ന യുഗപുരുഷന്മാർ. സോനം വാങ്ചുക് എത്രയോ ലഡാക്കിലെ വിദ്യാഭ്യാസ പദ്ധതികളെ പരിഷ്കരിക്കാൻ വേണ്ടി കൂടുതൽ പരിഷ്കരണ പദ്ധതികളുമായി വന്നു. മെക്സസെ അവാർഡ് കിട്ടി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടുത്തെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. ഇപ്പോൾ എന്തിനായി കഷ്ടപ്പെടുന്ന നീറ്റ് പരീക്ഷകൾ താറുമാറായപ്പോൾ, ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ, പരീക്ഷ നടത്താൻ അറിയാത്തൊരു കമ്പനിക്ക് പരീക്ഷ നടത്താനുള്ള ഒരു ഉത്തരവാദിത്തം കൊടുത്തുകൊണ്ട് തിരൂർ പട്ടണത്തിലുള്ള ഒരു കുട്ടിക്ക് തിരൂർ താലൂക്കിൻ്റെ ഏതെങ്കിലും ഉൾഗ്രാമത്തിൽ ഒരു ബാത്റൂമോ ഒരു ഷെഡോ ബാത്റൂം ഇല്ലാത്തൊരു ഷെഡ് മാത്രമുള്ള ഒരു കെട്ടിടത്തിൽ പോയി പരീക്ഷ എഴുതേണ്ട സ്ഥിതി വന്നാലോ? അതാണ് ഇപ്പം നീറ്റിൽ സംഭവിച്ചത്. ഡൽഹി പട്ടണത്തിലുള്ള കുട്ടി രാജസ്ഥാനിലെ കുഗ്രാമത്തിൽ പോയിട്ടാണ് പരീക്ഷ എഴുതുന്നത്. സർവത്ര താറുമാറായ സമ്പ്രദായം. 720 മാർക്ക് വാങ്ങുന്ന കുട്ടികൾ നീറ്റിൽ. എങ്ങനെ വരുന്നു? ഇതൊക്കെ നടന്നതല്ലേ ഇന്ത്യയിൽ? നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി ഉണ്ട്, അത് അതിനേക്കാൾ തകർന്ന് തരിപ്പണമായി. എന്താണ് എൻ്റെ കാരണം?
വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നത് മുഴുവൻ കച്ചവടക്കാരായി മാറി. വിദ്യാഭ്യാസ വിചാരകന്മാരല്ല, വിദ്യാഭ്യാസ വിചക്ഷണന്മാരല്ല. വിദ്യാർത്ഥികളുടെ ഭാവിയെ താറുമാറാക്കിക്കൊണ്ട് ലാഭം മാത്രം മതി എനിക്ക്, ഈ ജീവിതത്തിൻ്റെ ഏക ഉദ്ദേശം ലാഭമുണ്ടാക്കുക എന്ന് പറയുന്ന കുത്തക മൂലധന ശക്തികളുടെ രാഷ്ട്രീയം സർവ്വ മേഖലകളിലും വ്യാപരിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടാണ് വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണമാകുന്നത്. ഇന്ത്യ ഭരിക്കുന്നത് 10-25 കുടുംബങ്ങളാണ്. പ്രധാനമന്ത്രി കസേരയിൽ ഒരാൾ ഇരിക്കുന്നുണ്ടാകാം, പക്ഷേ ലോകം ഇന്ന് ഭരിക്കുന്നത് 100-200 മൂലധന ശക്തികളുടെ കുടുംബങ്ങളാണ്. എലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, അല്ലെങ്കിൽ മാർക്ക് സുക്കൻബർഗ്, ഇവിടെ അംബാനി അല്ലെങ്കിൽ അഡാനി, അങ്ങനെ ഒരു 100-100 പേരുണ്ടാകും ലോകത്തിൽ. അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ, KKR തുടങ്ങിയ ഗ്രൂപ്പുകളൊക്കെയാണ് ലോകത്തിലെ കോടാനുകോടീശ്വരന്മാർ. ഇവരാണ് ലോകത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നിർണ്ണയിക്കുന്നത്. ലോകത്തിൽ എപ്പോൾ യുദ്ധം വേണം, എപ്പോൾ യുദ്ധം വേണ്ട, എങ്ങനെയെല്ലാം സാധനങ്ങൾ കച്ചവടം, ഇതൊക്കെ കുറിച്ച് നിങ്ങൾ അറിയണ്ടേ? പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണ്ടേ? കേരളത്തിനെ ബാധിക്കില്ലേ യുദ്ധം നീണ്ടു വന്ന? എല്ലാവരും കൊണ്ട് മടങ്ങും അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ. എന്തായിരിക്കും കേരളത്തിൻ്റെ സ്ഥിതി? ഇതൊക്കെ ആലോചിക്കണ്ടേ? ആരിതൊക്കെ ഉണ്ടാക്കുന്നു എന്ന്, സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കണ്ടേ? വിദ്യാർത്ഥിയല്ലേ ലോകത്തിനെ നാളെ നയിക്കേണ്ടത്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന മിക്കവാറും വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, ജാഗ്രതയോടുകൂടി അറിയണം. ഈ കേരളത്തിലെ എല്ലാ ആശുപത്രികളും ഇപ്പോൾ ബ്ലാക്ക് സ്റ്റോൺ വാങ്ങിക്കഴിഞ്ഞു, KKR ഗ്രൂപ്പ് വാങ്ങിക്കഴിഞ്ഞു. അറിഞ്ഞോ? വാങ്ങിയതറിഞ്ഞോ? അറിയണം. കോഴിക്കോടിയും തൃശ്ശൂരിയും തിരുവനന്തപുരത്തെയും എറണാകുളത്തെയൊക്കെ വലിയ വലിയ ആശുപത്രികളൊക്കെ ബ്ലാക്ക് സ്റ്റോൺ ഗ്രൂപ്പ് വാങ്ങിക്കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് ബ്ലാക്ക് സ്റ്റോൺ. ഒരുപക്ഷെ എലോൺ മസ്കിനൊക്കെ വലിയ കോടീശ്വരനാണ്, പുറത്തേക്ക് വരില്ല. ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് മുതലാളിയാണ് അദ്ദേഹം, ബ്ലാക്ക് സ്റ്റോൺ. വളരെ അപൂർവമായിട്ട് അദ്ദേഹം പൊതുവേദിയിൽ, അമേരിക്കക്കാരനവരൊക്കെ, KKR ആൻഡ് ബ്ലാക്ക് സ്റ്റോൺ. ഇവരിവിടെ വാങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം കോഴിക്കോട് ആശുപത്രിയുടെ പേരൊന്നും ഞാൻ പറയില്ല, ആശുപത്രിയിൽ ചെന്നാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണം, അവർ സർട്ടിഫൈ ചെയ്ത മരുന്ന് വേണം, അവർ കാണുന്ന ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനത്തേക്ക് സിസ്റ്റം വരാൻ പോവുകയാണ്. നിങ്ങളുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എവിടെ എത്തും? ഇത് നിങ്ങൾ അറിയണ്ടേ? ഭാവിയിൽ വളർന്നു വരുന്ന നിങ്ങളെയാണ് ജീവിതത്തിൽ ഇതൊക്കെ ബാധിക്കുക. നീറ്റിനെ തകർത്ത് തരിപ്പണമാക്കുന്നു, വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നു, മതസഹിഷ്ണുതയെ തകർക്കുന്നു, മതേതര ബോധത്തിനെ തകർക്കുന്നു. ഇതെല്ലാം ഉണ്ടാക്കുന്നത് ലാഭം എന്നുള്ളൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ ഒരാൾ ഭരിക്കുന്നു, ഒരാൾ ഒരു കൂട്ടം ഭരിക്കുമ്പോൾ. മൂലധന ശക്തികളുടെ രാഷ്ട്രീയത്തിൻ്റെ പേരാണ് എന്ത്? അതിനെ വിളിക്കുന്ന ചരിത്രകാരന്മാരെ വിളിക്കുന്ന പേരാണ് നിക്രോ പൊളിറ്റിക്സ്. NECRO, നിക്രോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൃത്യു രാഷ്ട്രീയം. ആഫ്രിക്കൻ ചിന്തകനായ ഇഷേൽ എംബെ എന്ന് പറയുന്ന തത്വചിന്തകനാണ് ഈ വാക്കാദ്യം ഉപയോഗിച്ചത്. അത് ഈ അടുത്ത കാലത്ത്. അതിനു മുമ്പേ 12-14 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന മൈക്കൽ ഫ്യൂക്കോ എന്ന് പറയുന്ന വലിയ ചിന്തകൻ ഈ വാക്ക് ഉപയോഗിച്ചു. മൃത്യു കണ്ടുകൊണ്ട് അട്ടഹസിക്കുന്ന ശക്തികൾ, മരണം കണ്ട് ചിരിക്കുന്ന ശക്തികൾ, ഡൊണാൾഡ് ട്രംപ്, വ്ളാഡിമിർ പുടിൻ, എർഡോഗാൻ, ഇന്ത്യയിലെ പ്രധാനമന്ത്രി, അങ്ങനെ എത്രയോ പേരുകൾ എനിക്ക് പറയാം. ഇവരൊക്കെ മരണം കണ്ട് ചിരിക്കുന്നവരാണ്. 2 കൊല്ലം മുമ്പ് ഒരു കൊല്ലം നീണ്ടു നിന്ന കർഷക സമരം ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ ആ കർഷകർ ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് ഡൽഹിക്ക് എത്താൻ ട്രാക്ടർ ഓടിച്ച് വരിക. ആയിരക്കണക്കിന് കർഷകർ ഇന്ന് ഡൽഹിയിലേക്ക്, പഞ്ചാബിൽ നിന്ന്, UP യിൽ നിന്നൊക്കെ. സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ കാണാം. 700 പേരാണ് ആ സമരത്തിൽ മരിച്ചത് 2 കൊല്ലം മുമ്പേ. തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇന്നേ വരെ ഇന്ത്യ ഭരിക്കുന്ന ആൾ. മരണം കണ്ട് ചിരിക്കുന്നവർ. ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി, 4-5 ലക്ഷം ആൾക്കാർ മരിച്ചു, തിരിഞ്ഞു നോക്കിയിട്ടില്ല. പലസ്തീനിൽ മരിച്ചത് ലക്ഷങ്ങൾ, 50,000-60,000 പിഞ്ചു കുഞ്ഞുങ്ങളെ അവിടെ ഭീകരമായിട്ട് മൃഗീയമായി കൊന്നു. ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് നിക്രോ പൊളിറ്റിക്സ്. പലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഒന്നും തോന്നിയില്ല. കേരളത്തിലെ ജനതയ്ക്ക് എന്താ? കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയും പ്രകടനം നടത്തി, കുറച്ച് പലസ്തീൻ അനുകൂല പ്രസംഗം നടത്തിയെന്നല്ലാതെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു തുള്ളി കണ്ണുനീര് പൊഴിഞ്ഞു ഈ പലസ്തീന് വേണ്ടിയിട്ട്? നാളെ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മീൻസ് കേരള ജനതയ്ക്ക്. മണിപ്പൂർ നമ്മൾ കണ്ടു, 12,000 പേരാ മരിച്ചത് 2 കൊല്ലം മുമ്പ്. ഗോത്ര വംശീയ കലാപം ആരുണ്ടാക്കി? ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ഈ നെക്രോ പൊളിറ്റിക്സിൻ്റെയും മതമൗലികവാദത്തിൻ്റെയും രാഷ്ട്രീയം. മണിപ്പൂർ എവിടെയും ആവർത്തിക്കാൻ വലിയ സമയമൊന്നും വേണ്ട കുട്ടികളെ. മണിപ്പൂർ ആവർത്തിക്കണമെങ്കിൽ 24 മണിക്കൂർ മതി ഏത് പ്രദേശത്തും. ആ ചരിത്രവും
പൊളിറ്റിക്സും കൃത്യമായി മനസ്സിലാക്കിക്കോളൂ. പട്ടാളവും മറ്റുള്ള ഫോഴ്സുകളും ലെജിസ്ലേച്ചറും ഭരണകൂടവും വിചാരിച്ചാൽ ഏതു പ്രദേശവും മണിപ്പൂരാവും ഒരൊറ്റ ദിവസം കൊണ്ടും. അങ്ങനെയുള്ള ശക്തിയുള്ള ഫാസിസ്റ്റുകളാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതിനവരുപയോഗിക്കും മതത്തിനെയും ഗോത്രത്തിനെയും വംശത്തിനെയും ജാതിയെയും. കൂക്കി വംശജരും മേത്തി വംശജരും സമാധാനത്തോടുകൂടി കഴിയുന്ന ആ പ്രദേശത്തെയാണ് തകർത്ത് തരിപ്പണമാക്കിയിട്ട് 1.5 ആഴ്ചയ്ക്കുള്ളിൽ 12,000-ഓളം കബന്ധങ്ങൾ കുന്നുകൂടിയത് മണിപ്പൂരിൻ്റെ തെരുവീതികളിൽ. നമ്മൾക്ക് പ്രതികരിക്കാൻ തോന്നിയോ? മഹാത്മാഗാന്ധി പറയും, അന്യായം കണ്ടാൽ കാലിൻ്റെ തള്ളവിരൽ മുതൽ മസ്തിഷ്കം വരെ അരിശം പതഞ്ഞുയരണം. നിങ്ങൾക്ക് ഏതരിശ ഉയരാറ്? അന്യായം കണ്ടാൽ എന്തെങ്കിലും അനീതിയോട് പ്രതികരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അധർമ്മത്തിനോട് പ്രതികരിക്കുന്നുണ്ടോ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അഴിമതി കണ്ടാൽ പ്രതികരിക്കാറുണ്ടോ? അസഹിഷ്ണുത കണ്ടാൽ പ്രതികരിക്കാറുണ്ടോ? സാഹോദര്യമില്ലായ്മ കണ്ടാൽ പ്രതികരിക്കാറുണ്ടോ? അങ്ങനെ പ്രതികരിക്കുന്ന സമൂഹം വളർത്തേണ്ട ചുമതല യുവാക്കളുടേതാണ്, വിദ്യാർത്ഥികളുടെയാണ്. വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ വിദ്യ അർത്ഥിക്കുന്നവൻ. വിദ്യ എത്ര അർത്ഥിച്ചാലും അതിന് അവസാനമില്ല. ക്ലാസ്സിലും കോളേജുകളിലും സർവകലാശാലകളിലും പോകുന്നവൻ മാത്രമല്ല വിദ്യാർത്ഥി. ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ പഠിക്കുന്നവനാണ് വിദ്യാർത്ഥി. പഠിച്ചുകൊണ്ടേയിരിക്കുക. പഠനത്തിലൂടെ കൂടുതൽ വിജ്ഞാനമുണ്ടാകും. ആ വിജ്ഞാനമുണ്ടാകാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയ സുഹൃത്തിൻ്റെ പേരെന്താ? പേര് പറയൂ. വിജ്ഞാനമുണ്ടാകാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയ സുഹൃത്തിൻ്റെ പേരെന്താ? പുസ്തകം. ടീച്ചറല്ല, പുസ്തകം. പുസ്തകമാണ്. പുസ്തകം എല്ലാ വീടുകളിലും അലമാറകളിലും ഷെൽഫിലും 100-500 ചില വീട്ടിൽ 5000 പുസ്തകം ഉണ്ടായിരിക്കാം. ഇപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയെക്കുറിച്ച്. പുസ്തകം എപ്പോഴും അവിടെ റെഡിയാ. പുസ്തകം നിങ്ങളെ മാടി വിളിക്കുക, വരൂ, എന്നെ ഒന്ന് എടുക്കൂ, എന്നെ ഒന്ന് താലോലിക്കൂ. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരണമെങ്കിൽ ഞാൻ ഫോൺ ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുക്കണം. ഞാൻ വന്നോട്ടെ, നിങ്ങളവിടെ ഉണ്ടാവൂ ചോദിച്ചിട്ട്. പുസ്തകത്തിന് അപ്പോയിൻമെൻറ്റ് വേണ്ട, എപ്പോൾ പോയാലും അത് റെഡിയാ. ആ പുസ്തകം തുറന്നാൽ നിങ്ങൾ വിജ്ഞാനത്തിലൂടെ സഞ്ചരിക്കുക. അതിൽ പറഞ്ഞ കഥാപാത്രങ്ങളായിട്ട് നിങ്ങൾക്ക് മാറാം. പുസ്തകം സങ്കടത്തിൻ്റെ കഥ പറയും, സന്തോഷത്തിൻ്റെ കഥ പറയും, പകയുടെ കഥ പറയും, വഞ്ചനയുടെ കഥ പറയും, പ്രതികാരത്തിൻ്റെ കഥ പറയും, സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും കഥ പറയും, ശാന്തിയുടെയും അഹിംസയുടെയും ഹിംസയുടെയും കഥ പറയും, യുദ്ധത്തിൻ്റെ കഥ പറയും. ഇതേത് വേണമെന്ന് നിങ്ങളുടെ മനസ്സ് തീരുമാനിക്കും. അങ്ങനെ ആ പുസ്തകങ്ങളിലൂടെ സഞ്ചാരം നടത്തുമ്പോഴാണ് സോനം വാങ്കുക്ക് എന്തിനാണ് അവിടെ പ്രതികരിക്കുന്നത് നമുക്ക് മനസ്സിലാവുക. പുസ്തകം നിങ്ങളുടെ മനസ്സിനെ വിശാലമാക്കും. വലിയ ലോകം നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരും. ആ ലോകത്തിനെ വാരിപ്പുണരണം. ഈ ഇരിക്കുന്ന കോളേജോ ഈ ഇരിക്കുന്ന പുത്തനത്താണി പ്രദേശമല്ല ലോകം. യു ഹാവ് ടു ബി ദ നമ്പർ 1 ഇൻ ദ വേൾഡ്. നിങ്ങൾ ഈ ചെറിയ വട്ടത്തിൽ കിടന്ന് കറങ്ങേണ്ടവരല്ല. കൂപമണ്ടൂക ബുദ്ധികളാകരുത്, കിണറ്റിലെ തവളയുടെ ബുദ്ധിയാവരുത്. ഇവിടെ ഇരുന്നു കൊണ്ട് ലോകത്തിനെ കാണണം. അപ്പോഴാണ് ലോകം നിങ്ങളുടെ മുന്നിലേക്ക് വരിക. 14 വയസ്സുള്ളൊരു കുട്ടി അമേരിക്കയിലെ ടെക്സാസിൽ 250 കൊല്ലം മുമ്പ് മഞ്ഞ് വീഴുന്ന റോഡിലൂടെ ചെരുപ്പില്ലാതെ ഓടി. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ 10-30 കൊല്ലമായിട്ടാണ് എല്ലാവരും നടക്കാനും ഓടാനൊക്കെ തുടങ്ങിയത് രാവിലെ എണീറ്റിട്ട്. ഈ കുട്ടി 250 കൊല്ലം മുമ്പ് ഓടും. ധരിക്കാൻ ഒരു ബനിയൻ മാത്രമേ ഉള്ളൂ, ഒരു കീറിയ ട്രൗസർ. പട്ടിണിയാണ് വീട്ടിൽ. അപ്പോൾ അടുത്ത വീട്ടിലെ മുത്തശ്ശൻ കാണും ഈ കുട്ടി 5-5:30 മണിക്ക് രാവിലെ എണീറ്റ് ഓടുന്നത്. മുത്തശ്ശൻ പറയും, കുട്ടിയുടെ മോനെ ഓടണ്ട, തണുപ്പാണ്, ന്യൂമോണിയ പിടിക്കും. നിൻ്റെ അച്ഛന് ഷർട്ടും മുണ്ടും ട്രൗസറും വാങ്ങിത്തരാനുള്ള കാശില്ല. നിൻ്റെ അച്ഛനൊരു വിറക് വെട്ടുകാരനാണ്. 10-12 വയസ്സായിട്ടുള്ളൂ ആ കുട്ടിക്ക്. ആ കുട്ടി പറഞ്ഞ മറുപടി എന്താ? വായിക്കണം ആ കഥ. അമ്മാമ, ഞാൻ ഓടുന്നത് ന്യൂമോണിയ പിടിക്കാനല്ല, ഞാൻ ഓടുന്നത് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആവാൻ വേണ്ടിയിട്ട്. ലോകം കണ്ട കാലത്തെയും ഏറ്റവും വലിയ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. 12 വയസ്സിൽ തീരുമാനിച്ചു ആ കുട്ടി അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമെന്ന്. നിങ്ങൾ ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ടാവില്ല എന്താവണമെന്ന്. then what is education? എന്താണ് എഡ്യൂക്കേഷൻ? എന്തിനാ ഈ കോളേജിലേക്ക് വരുന്നത്? പിന്നെ എന്തിനാ സർവകലാശാലകളിലേക്ക് പോകുന്നത്? നമ്മൾ യു ഹാവ് ടു ഡിസൈഡ് വാട്ട് യു വിൽ ബി ബൈ ദ ഏജ് ഓഫ് 12 or 14. അതിന് അച്ഛനും അമ്മയും ടീച്ചർമാരും പറഞ്ഞിട്ട് വേണ്ട. യു ഹാവ് ടു തിങ്ക് യുവർ സെൽഫ്. ആ ചിന്തിക്കണമെങ്കിലോ സംവാദം വേണം, ആശയവിനിമയം വേണം. സോണം വാങ്ചുക്ക് അതാ ചെയ്യുന്നത്. ആശയങ്ങളിലൂടെ നിരവധി സംഭാഷണം, എക്സസ് അവാർഡ് കിട്ടുന്ന ഒരു പദവിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആശയവിനിമയ പ്രക്രിയയെ അദ്ദേഹം ഉദ്ദീപിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഒരുപാട് ആൾക്കാരുടെ പേരുകൾ. ഇവരൊക്കെ ചിന്തകൾ കൊണ്ട് ലോകത്തിനെ വളർത്തിയവർ.
ചിന്തകളാണ് ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാതെ ഓടിക്കുന്ന മെർസിഡീസ് ബെൻസോ BMW അല്ല. അത് നശിച്ചു പോകും. ഒരിക്കൽ നേടിയ വിജ്ഞാനമുണ്ടല്ലോ, അത് നശിക്കില്ല. അതാണ് ലോകത്തിൽ ഇന്നും എക്കാലത്തും ഏത് രാജ്യവും ഏറ്റവും അധികം ബഹുമാനിക്കുന്ന നേതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. ഒരു കസേരയിലും ഇരുന്നിട്ടില്ല, ഒരു പദവിയിലും ഇരുന്നിട്ടില്ല അദ്ദേഹം. പക്ഷെ ഗാന്ധിയെക്കുറിച്ച് എത്ര പുസ്തകം ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് കുട്ടി? ലോകത്തിലെ ഏറ്റവും അധികം പുസ്തകം എഴുതപ്പെട്ടത് മോഹൻദാസ് ഗാന്ധിയെക്കുറിച്ച്. 6000 ചില്ലുവാനം പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് ഗാന്ധിയെക്കുറിച്ച്. വിവിധ ആൾക്കാർ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക ഗാന്ധിയെക്കുറിച്ച്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ പോലും ഗാന്ധി കയറിയിരുന്നിട്ടില്ല. ഒരു വാർഡ് മെമ്പറുടെ കസേരയിൽ കയറിയിരുന്നിട്ടില്ല. അന്ന് അതൊന്നും ഇല്ലായിരുന്നില്ല. എന്നാലും ഇപ്പോഴോ ഇന്നൊരു കസേരമ കയറിയിരുന്ന അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ആൾക്കാർക്ക് മടിയാണ് ഇന്നത്തെ ലോകത്തിൽ. ഏത് പ്രസിഡന്റ് ആയാലും മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ആ മനുഷ്യൻ കസേരമ കയറിയില്ലാതെ ലോകത്തിനെ അദ്ദേഹം നയിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അദ്ദേഹത്തിൻ്റെ മുന്നിൽ കീഴടക്കി. അദ്ദേഹം നയിച്ച ജനങ്ങളുടെ മുന്നിൽ കീഴടക്കി. സ്വാതന്ത്ര്യത്തെ വിഭജനത്തിൻ്റെ സമയത്ത് ആഗസ്റ്റ് 13, 14 തീയതികളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. നവഖാലിയിൽ, വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ, പഞ്ചാബിലും വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു 55,000 പട്ടാളക്കാരെ അങ്ങോട്ട് അയച്ചു കലാപം അടിച്ചമർത്താൻ. നവഖാലിയിൽ, കിഴക്കൻ ബംഗാളിൽ, കൽക്കട്ട തെരുവീതി അപ്പുറത്ത് നവഖാലിയിൽ ഭീകരമായ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഈ പറഞ്ഞ തോർത്തമുണ്ടും ചുറ്റി ഷോളും പുതച്ച് 4-5 അനുയായികളോടുകൂടി ഈ മനുഷ്യൻ നടന്നു നീങ്ങി. ഒരു റാന്തൽ വിളക്കം പിടിച്ച് ചോരച്ചാലുകൾ ഒഴുകുന്നു റോഡിലൂടെ. മാംസകഷ്ണങ്ങൾ ചിന്നിച്ചു തറിക്കിടക്കുന്നു. കഴുകന്മാരും കുറുക്കന്മാരും മോരിയിട്ട് പറന്നും മോരിയിട്ടും നടക്കുന്നു, രക്തം നക്കിത്തുടയ്ക്കാനും മാംസം കുത്തിപ്പൊറുക്കാനും. ആ മനുഷ്യൻ നടന്നു നീങ്ങിയിട്ട് ഓം ശാന്തി 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 ഈശ്വര ഹല്ല തേരേ നാം സബക്കോ സമ്മതി ഹേ ഭഗവാൻ എന്നുള്ള പാട്ടും പാടിയിട്ട് നടന്നപ്പോൾ ആയിരക്കണക്കിന് മതമൗലികവാദികൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി. ഇന്ത്യ ചരിത്രം ഞെട്ടിത്തെറിച്ചിട്ടുള്ള നിമിഷങ്ങൾ. ഇന്ത്യയുടെ ജനങ്ങൾ അത്ഭുതത്തോടുകൂടി നോക്കി നിന്ന മഹാത്മാവും മൗണ്ട് ബാറ്റൻ പ്രഭു എഴുതി പോകുന്നതിന് മുൻപ് വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ കലാപത്തിനെ അടിച്ചമർത്താൻ 55,000 പട്ടാളക്കാരെ ഞാൻ അയച്ചു. മഹാത്മാവേ, അങ്ങ് നടന്നു നീങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് ആ പ്രദേശത്തിലെ കലാപം അങ്ങയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് അവസാനിച്ചു. സല്യൂട്ട് യു. അതാണ് ഇന്ത്യ സംഭാവന ചെയ്ത യുഗപുരുഷന്മാർ. ഇവരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ? മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഒരു 5 പായ A4 സൈസിൽ പ്രബന്ധം എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ പറ്റുമോ? പറ്റില്ല. കാരണം യു ആർ നോട്ട് റെഡ് എനിത്തിങ് അബൌട്ട് ഗാന്ധി. ഞാൻ ഒരു കുട്ടിയെ ഇങ്ങനെ ചൂണ്ടാണ്, ആ കുട്ടിയോട് മാത്രം നല്ല അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇന്നത്തെ എഡ്യൂക്കേഷൻ്റെ പ്രശ്നമാണത്. AI പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയസിൽ എല്ലാതും പഠിച്ചോളൂ, അതൊക്കെ പഠിച്ചോളൂ. എന്തിനാണ് ഈ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്? അവരുടെ ഭാവി തകർക്കപ്പെടുന്നു. അവർക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ജീവിക്കാനുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ചോർത്തിക്കളയപ്പെടുന്നു. അവരുടെ സാമൂഹിക സാമ്പത്തിക സമത്വം ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. അംബേദ്കർ ഭരണഘടന എഴുതി. അംബേദ്കറും 10-11 ആൾക്കാരും കൂടിയിരുന്ന് ഇന്ത്യൻ ഭരണഘടന എഴുതിയത് 3 കൊല്ലവും 11 മാസവും എടുത്തിട്ട്. ആ ഭരണഘടനയുടെ ആദ്യത്തെ വാചകം എന്താ? മോൻ പറയൂ. We the people of India. നമ്മൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഭരണഘടന. ലോകത്തിലൊരു ഭരണഘടനയും അങ്ങനെയില്ല. നമ്മൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഭരണഘടന. ആ ഭരണഘടന ആമുഖത്തിൽ 3 ദർശനങ്ങളുണ്ടായി. എന്താ ദർശനം? സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം. ഈ 3 ദർശനങ്ങളും അംബേദ്കർ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചു. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. എന്നിട്ട് അംബേദ്കർ കൂട്ടിച്ചേർത്തു 1757 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യങ്ങളായിരുന്നു ഇതെല്ലാം. അവിടെ നിന്നല്ല ഞാനിത് കടമെടുക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ നിന്ന് അഗ്നിസ്ഫുലിംഗങ്ങളായി ഉയർത്തു വന്നിട്ടുള്ള അനുഭവ സമ്പത്തുകളിൽ നിന്ന് ഉദിച്ചു വന്ന 3 സിദ്ധാന്തങ്ങളാണിത്. അതാണ് ഞാനിവിടെ പകർത്തി വയ്ക്കുന്നത്. എന്നിട്ട് 1.5 മണിക്കൂർ ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് അനർഗളമായ ഇംഗ്ലീഷ് ഭാഷയിൽ അംബേദ്കറുടെ പ്രസംഗം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ. ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആരാ മുന്നിലിരിക്കുന്നത്? ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, പട്ടാഭി സീതാറാമയ്യ, മൗണ്ട് ബാറ്റൻ, രാജഗോപാലാചാരി തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കന്മാരും പണ്ഡിതന്മാരും മുന്നിലിരിക്കുമ്പോഴാണ് അംബേദ്കറുടെ ഈ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് അംബേദ്കർ പറഞ്ഞു, അന്ന് നെഹ്റു പ്രധാനമന്ത്രിയായ ഇന്ത്യയുടെ 1949 പ്രസംഗം നടക്കുന്നത്. അന്ന് നെഹ്റുവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട ജവഹർലാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് ശരിയാണ്.
പക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അർത്ഥപൂർണത കൈവരണമെങ്കിൽ ഇന്ത്യയിൽ സാമൂഹിക സമത്വം വേണം, സാമ്പത്തിക സമത്വം വേണം. പൊളിറ്റിക്കൽ ഡെമോക്രസി മസ്റ്റ് ബി ഫോളോഡ് ബൈ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെമോക്രസി. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷമായി? 79 വർഷമായി. ഇവിടെ സാമൂഹിക സമത്വമില്ല, സാമ്പത്തിക സമത്വമില്ല. അംബേദ്കർ പറഞ്ഞത് വളരെ ശരിയല്ലേ? നോബഡി ഈസ് ഹാവിങ് സോഷ്യൽ ഇക്വാലിറ്റി ആൻഡ് ഇക്കണോമിക് ഇക്വാലിറ്റി. ഭീകരമായ അസമത്വമാണ് എല്ലായിടത്തും. ആ അസമത്വമാണ് ഇന്നലെ കണ്ട സമരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പണക്കാരൻ്റെ മക്കൾക്ക് എന്തുമുണ്ട്, സമ്പന്നന്മാരുടെ മക്കളൊക്കെ, ഈ മന്ത്രിമാരുടെ മക്കളൊക്കെ വിദേശങ്ങളിലാണ് പഠിക്കുന്നത്, വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ. പാവപ്പെട്ട കർഷകൻ്റെയും പാവപ്പെട്ട തൊഴിലാളികളുടെയും മക്കളൊക്കെ ഇവിടുത്തെ കോളേജുകളിലും പഠിച്ച് ഉറക്കമുഴഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ 7-8 മണിക്കൂറൊക്കെ അധ്വാനിച്ച് ഓരോ രാത്രി ഉറക്കം വിളിച്ചുകൊണ്ട് നീറ്റ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, മറ്റുള്ള സിവിൽ സർവീസ് എക്സാം എഴുതാൻ പോകുമ്പോഴൊക്കെ അത് താറുമാറാകുക എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയുടെ ആത്മാഭിമാന ബോധത്തിനെ ചോദ്യം ചെയ്യലാണ്, മനുഷ്യൻ എന്നുള്ള അവകാശത്തിനെ ചോദ്യം ചെയ്യലാണ്. മനുഷ്യൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചത്? അന്തസ്സോടുകൂടി തലയുയർത്തി പിടിച്ചുകൊണ്ട് ജീവിക്കാൻ. അങ്ങനെ ഒരു തോന്നൽ മനുഷ്യൻ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാവുക. അങ്ങനെ തോന്നലുണ്ടോ? എപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കണം അവനവനോട്, ഞാൻ മനുഷ്യനാണോ എന്ന്. ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് ചുരിദാറിട്ട മനുഷ്യനാവില്ല കേട്ടോ. യു വിൽ നെവർ ബിക്കം ഹ്യൂമൻ ബീയിങ് അൺലെസ് യു തിങ്ക്. ആ തിങ്കിങ് കപ്പാസിറ്റി വരണം, അപ്പോഴാണ് ഇന്ത്യ മാറുക. ബുദ്ധദേവന്റെ പ്രസിദ്ധമായ വാചകമുണ്ട്, മാൻ ഈസ് വാട്ട് ഈസ് തോട്ട് ഈസ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ചിന്തയാണ്. ഇന്നത്തെ മനുഷ്യന്മാരുടെയോ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, ഏതാ ഞാൻ ഓടിക്കുന്ന കാറ്, എത്ര വിലയുള്ള ഷർട്ടാണ്, ഇതൊക്കെയാണ് മനുഷ്യന്മാർ നോക്കുക. ആബ്സഡിറ്റി. അവനവൻ്റെ ഉള്ളിലേക്കല്ലേ നോക്കേണ്ടത്, പുറത്തേക്കല്ലല്ലോ. മഹാത്മാഗാന്ധി എന്ന മനുഷ്യൻ സുന്ദരനായിരുന്നില്ല, ചുക്കിച്ചൊടിഞ്ഞ ശരീരം, പല്ലില്ലാത്ത, ചിരികരിച്ച് ലോകത്തെ ചിരിക്കുന്ന മഹാത്മാവ്. ആ മഹാത്മാവിനെ കാണാനാണ് ലോക ജനത തട്ടിച്ചുകൂടിയത്. നെൽസൺ മണ്ടേല താമസിച്ച സൗത്ത് ആഫ്രിക്കയിലെ വീടുകൾ, അവിടെ മണ്ടേല ജീവിച്ചിരിക്കുന്ന സമയത്ത് ശനിയും ഞായറും അദ്ദേഹം പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിന് ശേഷം ഉമ്മറത്തിരുന്ന് പൊതുജനങ്ങൾക്ക് ദർശനം കൊടുക്കും. അപ്പോഴാണ് പലരും വന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിപ്പോകുന്നത്. ആരാ ഓട്ടോഗ്രാഫിന് കാവൽ ക്യൂവിൽ നിന്നിരുന്നറിയോ? ഒന്നിതൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്യൂ. റൊണാൾഡോ, ഷാറൂഖ് ഖാൻ, അഞ്ജലീന ജോലി, ബ്രാഡ് പിറ്റ്, ഈ പറഞ്ഞ സച്ചിൻ ടെണ്ടുൽക്കർ, ഇവരൊക്കെ ക്യൂ നിൽക്കും മണ്ടേലയുടെ ഒരു ഓട്ടോഗ്രാഫ് കിട്ടാൻ. സുന്ദരനല്ലേ ഷാറൂഖ് ഖാൻ? ഇതോ ചുക്കിച്ചൊളിഞ്ഞ ശരീരം, കറുത്ത നിറം, ഒരു ഭംഗിയില്ല നെൽസൺ മണ്ടേല. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരൻ മണ്ടേലയായിരുന്നു. കാരണം ആന്തരിക ചൈതന്യം, ആന്തരിക സൗന്ദര്യം, അതാണ് വിദ്യാഭ്യാസം. 10-25 കൊല്ലം മുമ്പ് തിരൂരും പൊന്നാനിയിലൊന്നും ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുത്തനത്താണിയിലടക്കം 1 കിലോമീറ്റർ നടന്ന 50 ബ്യൂട്ടി പാർലർ കാണാം. എന്തിന്? മനുഷ്യന് താല്പര്യം ബാഹ്യ സൗന്ദര്യം കൂട്ടാനാണ്, ഉള്ളിൽ സൗന്ദര്യം ഇല്ലേ? പിന്നെന്ത്? ആ ഉള്ളിലെ സൗന്ദര്യം കൂട്ടുന്ന പ്രക്രിയയുടെ പേരാണ് വിദ്യാഭ്യാസം. അല്ലാണ്ട് ക്ലാസ് റൂമിൽ മാത്രം കേട്ടിരിക്കുന്നതല്ല വിദ്യാഭ്യാസം. ആ ഉള്ളിലെ സൗന്ദര്യത്തിനെ വർദ്ധിപ്പിക്കുമ്പോഴാണ് നിങ്ങൾ ലോകം കീഴടക്കുക, അല്ലെങ്കിൽ ഒരു സംസ്ഥാനം കീഴടക്കുക. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിലൂടെയല്ല, അല്ലാത്ത രീതിയിൽ. അങ്ങനെ കീഴടക്കണമെന്നുള്ളൊരു അഭിവാഞ്ചയാണ് ഈ കുട്ടികളെ അങ്ങോട്ട് നയിപ്പിക്കുന്നത്. അതിന് സോനം വാങ്ചുക്ക് ഒരു പ്രതീകമായി എന്ന് മാത്രം. നിരാശയില്ലാത്തൊരു ജീവിതം ഉണ്ടാകണം, ഭാവി ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ജീവിക്കാൻ പറ്റണം. എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് മനുഷ്യനെപ്പോലെ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കണം. മാക്സിം ഗോർക്കിയുടെ അമ്മ നേരത്തെ പറഞ്ഞില്ല, അമ്മ തുടങ്ങുന്ന വാചകം തന്നെ മനുഷ്യൻ എത്ര സുന്ദരമായ പദം. സൗന്ദര്യം എന്ന് പറയുന്നത് ബാഹ്യമല്ല, ആന്തരികതയാണ്. അത് പറയുമ്പോഴാണ് ഈ പഴയ പൊന്നാനി താലൂക്കിൽ, തിരൂരടക്കമുള്ള പ്രദേശം പഴയ പൊന്നാനി താലൂക്ക്. ആ പൊന്നാനി താലൂക്കിൽ അപ്പുറത്തിരുന്നിട്ടാണ് PC കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന മലയാള സാഹിത്യത്തിൻ്റെ മുടിചൂടാവനായ ഉറൂബ് എഴുതിയത് സുന്ദരന്മാരും സുന്ദരികളും എന്നുള്ള കഥ. മനുഷ്യൻ്റെ ആന്തരികതയെ തട്ടുറത്തിയിട്ടുള്ള കഥ. മനുഷ്യൻ സുന്ദരന്മാരാണ്, ഇരിക്കുന്നവരൊക്കെ സുന്ദരികളും സുന്ദരന്മാരുമാണ്. പക്ഷെ ബാഹ്യതലത്തിൽ പോരാതെ ആന്തരികതയിൽ വേണം. അപ്പോഴാണ് നമ്മളെ വഞ്ചിക്കുന്ന സ്വേച്ഛാധിപതികളെക്കുറിച്ച്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, സാമൂഹിക പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, അബദ്ധജടിലമായ സംഭാഷണങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുക. നിങ്ങൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കും മനുഷ്യനിൽ പ്രത്യാഘാതം സൃഷ്ടിക്കും. ചിന്തിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുക.
നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു വാക്കുച്ചരിച്ചാൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. വാക്കിനേക്കാൾ ശക്തിയുള്ളത് ലോകത്തിലൊന്നുമില്ല. അതുകൊണ്ട് വാക്കുച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരടി അടിച്ചാൽ അതിൻ്റെ വേദന ചിലപ്പോൾ മാറി എന്ന് വരും കുറച്ച് കഴിഞ്ഞാൽ. പക്ഷെ വാക്ക് കൊണ്ടുണ്ടാവുന്ന ഒരു മുറിവില്ലേ, അത് വർഷങ്ങളോളം നിലനിൽക്കും. അപ്പോൾ നല്ല സർഗാത്മകമായിട്ടുള്ള വാക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈ പറഞ്ഞ വിജ്ഞാനം കൂട്ടുക. നിങ്ങളുടെ ഏറ്റവും വലിയ വിവരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടൊരു വിജ്ഞാനത്തിൻ്റെ മേഖലയിലേക്ക് കടക്കുക. എത്ര നേടിയാലും വിജ്ഞാനത്തിന് അതിരുകളില്ല. അത് അനന്തമാണ്, അനന്തമാണ്. ഇച്ഛാശക്തി വേണം, നിശ്ചയദാർഢ്യം വേണം, ആശയദൃഢത വേണം. സുനിത വില്യംസ് അവിടെ 5-8 മാസത്തോളം ബഹിരാകാശത്ത് കഴിഞ്ഞില്ലേ ഇല്ലേ? എന്താണ് നിശ്ചയദാർഢ്യം? എന്താണ് എത്ര അപ്രതിരോധമായിട്ടുള്ള ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണ് ആ സ്ത്രീയിൽ നമ്മൾ കണ്ടത്. ആരാധിക്കാൻ നിങ്ങൾക്ക് ജനങ്ങളെ, വലിയ വലിയ ആരാധനാ പ്രാർത്ഥന. ഇപ്പം മെസ്സിയെ എല്ലാവരും ആരാധിച്ചു. മെസ്സി തോൽക്കും, മെസ്സി ജയിക്കും, അത് വേറെ കാര്യം. പക്ഷെ ആരാധന മൂത്തിട്ടത് ആരാധന ഭ്രാന്താകരുത്. ഒരിക്കലും ആരാധിക്കുന്ന ആളെ ദൈവമായിട്ട് പരികൽപ്പിക്കാൻ പാടില്ല. ഏതാളായാലും മനുഷ്യനാണ് മനുഷ്യൻ്റെ ദൈവം. ആരാധിക്കുമ്പോൾ നിങ്ങൾ ആരാധനാമൂർത്തിയുടെ ദാസന്മാരായാൽ ഉണ്ടാകുന്ന അപകടം നിങ്ങളുടെ കഴിവുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതൊക്കെയാണ് വിദ്യാഭ്യാസം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ സമരങ്ങൾ ഇങ്ങനെ കുറച്ചായിട്ട് വളർന്നു വരാൻ തുടങ്ങിയിരുന്നു ഇന്ത്യയിൽ. അതാണിപ്പോൾ ഇന്നലെ ഇനിയും ആ സമരം തുടർന്നേക്കാം. കാലം അത് തെളിയിക്കാൻ പോകുന്നു. പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് അവരോടൊപ്പം നിൽക്കണം. ഇന്ത്യയുടെ സാമൂഹിക അസമത്വത്തിനെതിരായി, സാമ്പത്തിക അസമത്വത്തിനെതിരായി, മൂലധന ശക്തികളുടെ അപ്രമാദിത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം വേണം. ഭക്തി നല്ലതാണ്, ദൈവത്തിൽ വിശ്വസിക്കാം, അമ്പലങ്ങളിൽ പോകാം, പള്ളികളിൽ പോകാം, ആരും ഇതിനെതിരല്ല. പക്ഷെ അമ്പലത്തിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും അവിടുത്തെ മുതൽ കട്ടുകൊണ്ടുവരാനല്ല. അയോധ്യയിൽ നിന്ന് 1400 കോടി രൂപയാണ് പോയത്. ബദരീനാഥിൽ നിന്ന് അതാ പോയത്. പല അമ്പലങ്ങളിൽ നിന്ന്. അങ്ങനെ എന്തു ഭക്തി, ഏതു ഭക്തി? ഇപ്പോഴൊക്കെ കപട ഭക്തിയാണ്, പ്രദർശനാത്മകതയുടെ ഭക്തി. ഭക്തിയെക്കുറിച്ച് ഉപനിഷത്തും ഭഗവത്ഗീതയും പറയും, ഭക്തി എന്ന് പറഞ്ഞാൽ ആത്മാർപ്പണമാണ്. ആത്മാവിനെ അർപ്പിക്കണം ദൈവത്തിൻ്റെ മുന്നിൽ. നീ എന്തിനെ തേടി നടക്കുന്നുവോ അത് നീ തന്നെയാണ് എന്നാണ് തത്വമസി ചാന്ദ്യോഗ്യോപനിഷത്തിൽ പറഞ്ഞത്. ബൈബിളിലെ പ്രസിദ്ധമായ വചനം, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻ യു. ദൈവരാജ്യം നിന്റെ ഉള്ളിലാണ്. അത് തന്നെ തത്വമസി. ഖുറാനിൽ അറേബ്യയുടെ മണലാരണത്തിലൂടെ പ്രവാചകൻ നടക്കുമ്പോൾ ചില സൂഫി വര്യന്മാരോടുമുള്ള സംവാദത്തിൽ പറയുന്നുണ്ട്, അനൽ ഹക്ക്, അത് നീയാകും. നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക ചൈതന്യത്തിനെ കാണാതെ അതിനെ തേടി നടക്കുന്നത് എന്തിനാ? യു ആർ ദ ലിവിങ് ഗോഡ്. സോ അപ്രീഷിയേറ്റ് യുവർ സെൽഫ്, കോംപ്ലിമെന്റ് യുവർ സെൽഫ്. യു ഷുഡ് നോട്ട് സറണ്ടർ യുവർ പേഴ്സണാലിറ്റി ടു എനിബഡി. നിങ്ങളുടെ സമ്മതമില്ലാതെ ആർക്കും നിങ്ങളെ അപകർഷതാബോധത്തിൻ്റെ ഉടമകളാക്കാൻ പറ്റില്ല. യു വിൽ നെവർ ബിക്കം ഇൻഫീരിയർ വിത്തൗട്ട് യുവർ പെർമിഷൻ. ആ ഇൻഫീരിയർ ആവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നതിൻ്റെ സമരമാണ് ഇന്നലെ ഡൽഹിയിൽ കാണുന്നത്. ഇന്നുമല്ല മനഃപൂർവ്വം വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന, യുവാക്കളെ വഞ്ചിക്കുന്ന, മാറ്റത്തിൻ്റെ ഈറ്റുനോവ് പേറുന്ന യുവശക്തിയുടെ ആ പരിണാമദാഹത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന ഭരണകൂടത്തിൻ്റെ ദുഷ്ട ചെയ്തികൾക്കെതിരായിട്ടുള്ള സമരമാണത്. ആ മാറ്റമുള്ള വേണം. മാറ്റമില്ലാത്ത ഒറ്റ വസ്തുവും ലോകത്തിലില്ല എന്ന് പറഞ്ഞ താത്വികാചാര്യൻ്റെ പേരെന്താ? കാറൽ മാർക്സ്. മാറ്റമില്ലാത്ത ഒരു വസ്തുവും ലോകത്തിലില്ല. ഈ മൈക്ക് മാറും, പോഡിയം മാറും, ഞാൻ മാറും, നിങ്ങൾ മാറും, എല്ലാവരും മാറും. There is only one thing without change and that is change. പക്ഷെ മനുഷ്യൻ്റെ ധാരണ എന്താ? ഞാൻ മാത്രം മാറില്ല, നിങ്ങളൊക്കെ മാറിക്കോളൂ. കയറിയിരുന്ന കസേരയിൽ നിന്ന് ഞാൻ ഇറങ്ങില്ല, ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിക്കോളൂ. ഇതാണ് മനുഷ്യൻ്റെ ധാരണ, അല്ലേ? പക്ഷെ എല്ലാം മാറിക്കൊണ്ടിരിക്കും. മാറ്റത്തിന് വിധേയമാക്കണം, നിങ്ങളുടെ ജീവിതത്തിനെയും വിധേയമാക്കണം. അങ്ങനെ മാറാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന യഥാർത്ഥ പ്രക്രിയയുടെ പേരാണ് വിദ്യാഭ്യാസം. അതിനു വേണ്ടിയിട്ട് കുട്ടികൾ സമരം ചെയ്യുന്ന, അവരുടെ ജീവിതത്തിന് തടയിടാൻ, ജീവിതത്തിൻ്റെ വളർച്ചയെ, ബൗദ്ധിക വളർച്ചയെ, മാനസിക വളർച്ചയെ, അല്ലെങ്കിൽ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലുള്ള വളർച്ചയെ തടയിടാൻ ഒരു ഭരണകൂടത്തിൻ്റെ ദുഷ്ടചെയ്തികളെ സമ്മതിക്കില്ല എന്നുള്ള എത്രയോ കാലഘട്ടത്തിൻ്റെ ആ മനസ്സിൽ അടക്കി വെച്ചിരുന്ന രോഷത്തിൻ്റെ ബഹിർസ്ഫുരണമായിരുന്നു കണ്ടത്. അത് ഇനിയും കണ്ടുകൊണ്ടിരിക്കണം. ഒരു സമരം കൊണ്ടൊന്നും അത് നേടിയെടുക്കാൻ പറ്റില്ല. ഫാസിസം അപകടകരമായ പ്രത്യയശാസ്ത്രമാണ്.
ഫാസിസം മനുഷ്യന്റെ സർഗചേതനയെ ഇല്ലായ്മ ചെയ്യുന്ന മാരകമായ പ്രത്യയശാസ്ത്രമാണ്. ഫാസിസം മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്ന പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് ജനാധിപത്യമാണ് ലോകത്തിലെ ഏറ്റവും നല്ല പ്രത്യയശാസ്ത്രം, ഇന്നേ വരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രം. ആ ജനാധിപത്യത്തിനെ പുലുകുക, മനുഷ്യനെ സ്നേഹിക്കുക, മാനവികതയുടെ വക്താക്കളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് എല്ലാ ഗുരുവര്യന്മാരും ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഗാന്ധിയും നെഹ്റുവും ഇന്ത്യയിലെ പല ഗുരുവര്യന്മാരും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും എല്ലാം കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു അഭിപ്രായം പറയണമെങ്കിൽ എന്ത് വേണം? ആ പറയുന്ന വിഷയത്തെക്കുറിച്ച് അറിവ് വേണം, അല്ലേ? നിങ്ങളുടെ നിലപാടുകൾ വേണം, നിങ്ങളുടെ ഉറച്ച അഭിപ്രായങ്ങൾ വേണം. ആരുടെ മുന്നിലും ഒരു ടീച്ചർ പറഞ്ഞു അത് ശരിയല്ലേ ചോദിച്ചാൽ ടീച്ചറെ തെറ്റിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പറയും അത് ശരിയാണ്. വേറൊരു ടീച്ചർ ഒന്ന് പറയും ഇതല്ലേ ശരി ചോദിച്ചാൽ അതും ശരി. ഏതാ ശരി? നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയുണ്ടോ? നിങ്ങളെന്തിനാ മറ്റുള്ളവരുടെ ശരിക്ക് മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യം? നിങ്ങളെന്തിനാ മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് വേണ്ടി സമ്മതിക്കേണ്ട ആവശ്യം? നിങ്ങൾക്കെന്താ സ്വന്തം അഭിപ്രായമില്ലാത്തത്? ഞാൻ ഉദ്ദേശിക്കുന്നത് പൊതുവേ കേട്ടോ, നിങ്ങളെയല്ല. സോ യു ഹാവ് ടു ഹാവ് യുവർ ഒപ്പീനിയൻ ഇൻ ഈച്ച് ആൻഡ് എവറിത്തിങ്. അതിന് ഗഹനമായി പഠിക്കണം, വസ്തുതകളെ പരിശോധിക്കണം, ഇൻട്രോസ്പെക്ഷൻ നല്ല പരിശോധനയ്ക്ക് വിധേയമാക്കണം. അധികാരികളുടെ മുഖത്ത് നോക്കി വർത്തമാനം പറയാൻ പറ്റണം, പേടി കൂടാതെ. ഫാസിസം എപ്പോഴും വളരുക ഭയം വാരി വിതറിക്കൊണ്ട. ഇന്നലെ കണ്ടില്ലേ, മൃഗീയമായ ലാത്തി ചാർജ് നടത്തിക്കൊണ്ടാണ് കുട്ടികളെ മുഴുവൻ പിരിച്ചുവിട്ടത് അവിടെ നിന്ന്. ഫാസിസം എപ്പോഴും പേടിക്കും ജനശക്തിയെ. ഫാസിസം എപ്പോഴും പേടിക്കുന്നത് ജനശക്തിയെ. ഫാസിസ്റ്റുകൾക്ക് അവരെയൊക്കെ വലിയ ശക്തികളെയൊക്കെ പേടിയാണ്. ഈ ഭരണകൂടം അമേരിക്കയ്ക്കെതിരെ ശബ്ദിക്കില്ല, ചൈനയ്ക്കെതിരെ ശബ്ദിക്കില്ല, റഷ്യക്കെതിരെ ശബ്ദിക്കില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഇന്ത്യക്കകത്തുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ദളിത് വിഭാഗങ്ങൾക്കും എതിരെ മാത്രമേ ശബ്ദിക്കാറുള്ളൂ ഇന്നത്തെ ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അതുകൊണ്ട് അഭിപ്രായം പറയാനുള്ള ദൃഢത വേണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും മഹാത്മാഗാന്ധിയും അടക്കം. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ സബർമതി ആശ്രമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പല ദിവസങ്ങളിലും പല ആൾക്കാരും വന്ന് അദ്ദേഹത്തുമായി സംവാദങ്ങൾ നടത്തും. അദ്ദേഹം ആശ്രമത്തിൻ്റെ ഇപ്പോഴും ഉണ്ട് സബർമതി ആശ്രമം, ഗുജറാത്തിൽ പോയാൽ കാണാം. ആ ആശ്രമത്തിൻ്റെ പിന്നിലുള്ള ആ കോമ്പൗണ്ടിലിരുന്ന് ഗാന്ധിജി ഒരു ദിവസം അവിടുത്തെ കർഷകരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഭരിക്കുന്ന വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭു അവിടെ വന്നു. എന്നിട്ട് സെക്രട്ടറി പ്യാരേലാലിനോട് പറഞ്ഞു, ബാപ്പുവിനോട് പറയൂ ഞാൻ വന്നിട്ടുണ്ട്. സെക്രട്ടറി പോയി പറഞ്ഞു. 35 മിനിറ്റ് കഴിഞ്ഞിട്ടും ഗാന്ധി പുറത്തേക്ക് വന്നിട്ടില്ല. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗാന്ധി പുറത്തു വന്നു. മൗണ്ട് ബാറ്റൻ അക്ഷമനായിട്ട് ഇങ്ങനെ നടക്കുക, ഇന്ത്യ ഭരിക്കുന്ന അന്നത്തെ പ്രധാനമന്ത്രി. അക്ഷമനായ മൗണ്ട് ബാറ്റൻ ഗാന്ധിജിയോട് കുറച്ച് ദേഷ്യത്തിലും, എന്നാൽ അങ്ങനെ ദേഷ്യപ്പെടാനും വയ്യ. ബാപ്പുജി ഞാൻ ഇങ്ങനെ 35 മിനിറ്റ് ഇവിടെ കാത്തിരുന്നു, അങ്ങനെ കാത്തിരുത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാത്മാഗാന്ധി മൗണ്ട് ബാറ്റനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് കാത്തിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞാൻ ഈ വർത്തമാനം പറഞ്ഞ ജനതയില്ലേ, അവരുടേതാണ് ഈ നാട്. പിന്നെ മൗണ്ട് ബാറ്റന് 1 മിനിറ്റ് അവിടെ നിന്നില്ല. അങ്ങനെ പറയാനുള്ള നിശ്ചയദാർഢ്യം വേണമെങ്കിൽ വിജ്ഞാനം വേണം, വിവരം മാത്രം പോരാ. ആശയ ദൃഢത വേണം, നിലപാടുകൾ വേണം, അഭിപ്രായ സ്ഥൈര്യം വേണം. അതുണ്ടാകണമെങ്കിൽ നിങ്ങൾ പുസ്തകത്തിലൂടെ നേടിയെടുക്കാം, അനുഭവ സമ്പത്തിലൂടെ നേടിയെടുക്കാം, മനുഷ്യന്മാരുമായിട്ടുള്ള സാഹോദര്യത്തിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും നേടിയെടുക്കാം. ഒരിക്കലും നിങ്ങൾ യന്ത്രങ്ങളാകരുത്. യന്ത്രങ്ങളാക്കാൻ നിങ്ങളെ മൂലധന ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, മതമൗലികവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ അവിടുത്തെ കുറേ കുട്ടികളുടെ സോഷ്യൽ മീഡിയ വർത്തമാനങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അമ്പലങ്ങളുടെ പേര് പറഞ്ഞ്, മതങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങളെ തമ്മിലടിപ്പിക്കുന്ന കാലം കഴിഞ്ഞു. ഞങ്ങൾക്ക് അമ്പലവും വേണ്ട, പള്ളിയും വേണ്ട എന്ന് അവിടെ പങ്കെടുത്ത പല കുട്ടികളും ആ സമരരംഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. എത്രയോ സോഷ്യൽ മീഡിയ വർക്കുകൾ വരുന്നുണ്ട്. ആ കാലഘട്ടം കഴിഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടത് ജോലിയാണ്, ഞങ്ങൾക്ക് വേണ്ടത് അഭിമാനമാണ്, ഞങ്ങൾക്ക് വേണ്ടത് അന്തസ്സാണ്. നിങ്ങൾ പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ഒരു 4-5 കൊല്ലം കഴിഞ്ഞ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ജോലി തേടി 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 ഇങ്ങനെ നടക്കാനുള്ളൊരു ഗതി ഉണ്ടാകരുത്. യു ഹാവ് ദ റൈറ്റ് ടു ഗെറ്റ് എ ജോബ്. അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചുറ്റുപാടിനുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടത്തിനുണ്ട്. Everybody has the right to live as a human being with all dignity and integrity. മനുഷ്യൻ്റെ അന്തസ്സില്ലെങ്കിൽ മനുഷ്യന് പിന്നെ എന്താണ്? അപമാനിക്കപ്പെടുന്നൊരു മനുഷ്യനാണെങ്കിൽ, വേദന അനുഭവിക്കപ്പെടുന്നൊരു മനുഷ്യനാണെങ്കിൽ, വൃണിത ഹൃദയനായിട്ട് എപ്പോഴും ജീവിക്കേണ്ടി വരുന്നൊരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ എന്ത് മനുഷ്യൻ?
എപ്പോഴും എനിക്ക് 2 നേരത്തെ ഭക്ഷണമേ ഉള്ളൂ, 1 നേരത്തെ ഭക്ഷണമേ ഉള്ളൂ, അതെൻ്റെ വിധിയാണ് എന്ന് കഴിയുന്ന ജനതയുണ്ട് ഈ രാജ്യത്ത്. വിധിയിൽ വിശ്വസിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഭരണകൂടം. ഇപ്പോഴല്ല, കഴിഞ്ഞ 10-60 കൊല്ലമായി. വിധിയാണ് നിങ്ങളുടെ വളർച്ച ഉണ്ടാകാത്തതിൻ്റെ കാരണമെന്ന് അവർ പറഞ്ഞു പഠിപ്പിച്ചു ഈ സംഘപരിവാർ പ്രത്യയ ശാസ്ത്രത്തിൻ്റെ വക്താക്കൾ. അതിന് കർമ്മശാസ്ത്രം എന്ന് പറയും. ചാതുർവർണ്ണ സിദ്ധാന്തത്തിന് അവർ കൊണ്ടുനിന്ന് അരക്കെട്ടുറപ്പിക്കുന്നു. ചിലർക്ക് മാത്രം ജോലി, ചിലർക്ക് ജോലി പാടില്ല. ചാതുർവർണ്ണത്തിൻ്റെ അബദ്ധജടിലമായിട്ടുള്ള വ്യവസ്ഥാപിത മാർഗത്തിലൂടെയാണ് ഇന്ത്യ കഴിഞ്ഞ 2500 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അപ്പോൾ ജാതി വ്യവസ്ഥയും മതമേധാവിത്വവും ഒക്കെ പറഞ്ഞ് വിധിയിൽ നിങ്ങളെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ഇല്ലാതെയാക്കുന്നത് എന്താ? നിങ്ങളുടെ സ്വയം സർഗശേഷിയിലുള്ള വിശ്വാസമില്ലായ്മ, അന്ധവിശ്വാസം വളർത്തുന്നു, യുക്തിരഹിത ചിന്തകളെ വളർത്തുന്നു. ഇപ്പോൾ മോള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ മോൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുണ്ടാവില്ല, നിങ്ങളുടെ അച്ഛനമ്മമാർ, അല്ലെങ്കിൽ കുറച്ച് വയസ്സായ ആൾക്കാർ ശകുനം നോക്കി പുറത്തിറങ്ങുന്നവരില്ലേ? ഇല്ലേ? ശകുനം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പുറത്തെന്തെങ്കിലും കറുത്ത പൂച്ചയെ കണ്ടാൽ പുറത്തിറങ്ങില്ല, അങ്ങനത്തെയൊക്കെ ഇല്ലേ? അതൊക്കെ എപ്പോഴും പല ഭാഗത്തുണ്ട്. ശ്രദ്ധിച്ചു നോക്കൂ, അച്ഛനമ്മമാരോട് ചോദിച്ചു നോക്കൂ. കേരളത്തിലടക്കം പല ഭാഗത്തും ശകുനം നോക്കി പുറത്തിറങ്ങുന്ന പ്രക്രിയയുണ്ട്. മന്ത്രവാദമുണ്ടില്ലേ? ദുർമന്ത്രവാദമില്ലേ? ജ്യോത്സ്യന്മാരില്ലേ? ജാതകമില്ലേ? അങ്ങനെ എന്തെല്ലാം പ്രാകൃതമായ വിശ്വാസങ്ങൾ. ISRO സയന്റിസ്റ്റുകൾ റോക്കറ്റ് വിക്ഷേപണം നടത്തി ഈ കേരളത്തിൽ. ISRO ചെയർമാൻ മലയാളിയായിരുന്നു 3 കൊല്ലം മുമ്പ്. എങ്ങനെയാണ് റോക്കറ്റ് വിക്ഷേപണം നടത്തി? ട്രിവാൻഡ്രത്ത് നിന്ന് നാളികേരം ഉടച്ചിട്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയാണ് ശാസ്ത്രജ്ഞൻ ഇത് ചെയ്യുന്നത്? നാളികേരം വെച്ചാൽ ആർക്ക്? ഗണപതി ഭഗവാൻ അല്ലേ? വക്രതുണ്ട മഹാകായ കോടി സൂര്യ സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദ എന്നൊരു ഒറ്റടകല. അപ്പാണ് റോക്കറ്റ് തരത്താൻ പോകും. അപ്പോൾ ഈ ചെയർമാൻ പറഞ്ഞ മറുപടി എഴുതിച്ചിട്ടുണ്ടോ? അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. സോ വാട്ട് ഈസ് സയൻസ്? എന്താണ് ഇവൻ്റെ സയൻസ്? സയന്റിഫിക് ടെമ്പർ എന്ന ഒരു പ്രസംഗത്തിൽ 10 പ്രാവശ്യം വാക്കുപയോഗിക്കുന്ന ആളുടെ പേരായിരുന്നു ജവഹർലാൽ നെഹ്റു. ഞാൻ നിർത്തുകയാണ്, നിങ്ങൾക്ക് പോരാ എനിക്കറിയാം. ശാസ്ത്രീയ ബോധമില്ലാതൊരു മനുഷ്യൻ വളർന്നു വരാൻ പാടില്ല. ശാസ്ത്രീയ ബോധം വേണം. സോമനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞ വലിയൊരു ക്ഷേത്രമുണ്ട് കിഴക്കൻ ഇന്ത്യയിൽ. ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധീകരണത്തിന് അവർ ഇന്ത്യൻ പ്രസിഡന്റിനെ വന്ന് ക്ഷണിച്ചു, രാജേന്ദ്ര പ്രസാദിന്, അന്നത്തെ ആദ്യത്തെ പ്രസിഡന്റ്. അപ്പോൾ ക്യാബിനറ്റ് കൂടി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി പറഞ്ഞു, പ്രസിഡന്റ് പോകാൻ പാടില്ല അമ്പല ഉദ്ഘാടനത്തിന്. തർക്കമായി. അവസാനം പറഞ്ഞു നെഹ്റു, പ്രസിഡന്റിൻ്റെ എല്ലാ പദവിയും ഉപേക്ഷിച്ച് സാധാരണ പൗരനായിട്ട് വേണമെങ്കിൽ പോയിക്കോളൂ. ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് നിങ്ങളവിടെ കയറിയിരിക്കുന്നത്. മതേതരത്വം സംരക്ഷിക്കും, എല്ലാവരെയും ഒരുപോലെ കാണുമെന്ന് പറഞ്ഞ നിങ്ങൾ അമ്പലത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയാൽ അത് ഭരണഘടനാ ലംഘനമാണ്. രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡന്റ് പദവിയിൽ പോകാൻ അന്നത്തെ ക്യാബിനറ്റ് സമ്മതിച്ചില്ല. പൗരൻ എന്നുള്ള രീതിയിൽ പോയി ആ ചടങ്ങിൽ പങ്കെടുത്തു. ഇവിടെയോ, ഇന്നത്തെ ഇന്ത്യയിലോ എല്ലാ അമ്പലങ്ങളിലും പോകുന്നു. പാർലമെന്റിന്റെ ഉദ്ഘാടനം സന്യാസിമാർ. അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത പ്രധാനപ്പെട്ട പൂജാരിയുടെ പേരും ഇന്ത്യൻ പ്രധാനമന്ത്രി. കണ്ടില്ലേ 2 കൊല്ലം മുമ്പ് 2.5 മണിക്കൂർ ടെലിവിഷനിൽ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി. രാജ്യം എവിടെ എത്തുന്നു? ബട്ട് നോബഡി ഈസ് റെസ്പോണ്ടിങ്. കാരണം ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ടില്ല ആരും. അത് വായിക്കണം. അതാണ് അംബേദ്കർ പറഞ്ഞത്, വായിക്കണം ഭരണഘടന. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് അറിയണം, സഹവർത്തിത്വത്തിനെക്കുറിച്ചറിയണം. നെഹ്റുവിനോട് പറയും, സാഹോദര്യമില്ലാതെ സമത്വവുമില്ല, സ്വാതന്ത്ര്യവുമില്ല പണ്ഡിറ്റ് ജി. സാഹോദര്യം എന്നുള്ള വാക്ക് എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഗുരുനാഥന്. ആരാ അംബേദ്കറുടെ ഗുരുനാഥൻ? അംബേദ്കർ കാണാത്ത ഒരാളാണ്, കേട്ടിട്ടുള്ള ആളാണ്, വായിച്ചിട്ടുള്ള ആളാണ്. സാക്ഷാൽ ബുദ്ധദേവൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് മൈത്രി, 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 സാഹോദര്യം. ആ സാഹോദര്യമില്ലാതെ സ്വാതന്ത്ര്യവും ഉണ്ടാവില്ല, സമത്വവും ഉണ്ടാവില്ല. ഇന്ത്യയിൽ ഇന്ന് ഹിന്ദുവും മുസ്ലിമും തമ്മിലും, ക്രൈസ്തവർ തമ്മിലും, സിഖുകാർ തമ്മിലും, ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളും തമ്മിൽ ഒരു സാഹോദര്യവുമില്ല. സോ വേർ ഈസ് ഡെമോക്രസി? വേർ ഈസ് ഫ്രീഡം? വേർ ഈസ് ഇക്വാലിറ്റി? ആലോചിക്കുക. ഒരു വിഭാഗത്തിന് മാത്രമല്ല ജോലി വേണ്ടത്, ഒരു വിഭാഗത്തിന് മാത്രമല്ല വലിയ വലിയ ഉദ്യോഗങ്ങൾ വേണ്ടത്. എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അതിനുവേണ്ടി നടത്തുന്നതാണ് പരീക്ഷകൾ.
യോഗ്യതയായിരിക്കണം അവിടെ മാനദണ്ഡം. അല്ലാതെ ഇന്നാളുടെ മകനായതുകൊണ്ട് അയാൾക്ക് PSC അഡ്മിഷൻ, അയാൾക്ക് പരീക്ഷ പാസ്സാവുന്നു, അതല്ല സിസ്റ്റമാകേണ്ടത്. പണം കൊടുത്ത് സീറ്റുകൾ ഏർപ്പെടുക്കുന്ന രീതികൾ, ഇതൊക്കെ അപകടകരമായ അവസ്ഥയിൽ ഇന്ത്യയിൽ തുടങ്ങിയിട്ട് കാലങ്ങളായി. നിങ്ങൾ പഠിക്കുക, വിജ്ഞാനം സമ്പാദിക്കുക, വളരുക, സ്വന്തം കാലിൽ നിൽക്കുക, രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളാകുന്നതോടൊപ്പം നിങ്ങൾ വളർന്നു വലുതായിട്ട് നിങ്ങൾ ഒരു വിശേഷമായിട്ടുള്ള സർഗാത്മക പ്രതിഭയാകുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ ആ രീതിയിലേക്ക് ഉണർത്താൻ പറ്റും. ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നേതാവ് ആക്കുന്നവനാണ്, അല്ലാതെ ഞാൻ മാത്രം നേതാവ് എന്ന് ചിന്തിക്കുന്നവൻ നേതാവല്ല. പക്ഷെ ഇന്നത്തെ ഇന്ത്യക്കാർക്ക് ഒരാളെയോ രണ്ടാളെയോ വേണ്ടു, അവിടെ ഈ പ്രശ്നം വരുന്നത്. നമ്മൾക്ക് പേഴ്സണാലിറ്റി കൾട്ടിൽ വിശ്വസിക്കുന്നവരാണ് ഇന്ത്യക്കാർ, വ്യക്തിപരമായ ആരാധന. അത് അപകടകരമാണ് ജനാധിപത്യത്തിന്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് ഈ വിദ്യാർത്ഥി സമൂഹം എന്നുള്ളത് വളരെ അനന്യമായിട്ടുള്ള ശേഷിയുള്ള, കഴിവുള്ള, പ്രാഗൽഭ്യമുള്ള സമൂഹമാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് തിളക്കുന്ന ചൈതന്യവത്തായ മസ്തിഷ്കമുണ്ട്, മനസ്സുണ്ട്, വിശാലമായിട്ടുള്ള ഹൃദയങ്ങളെ സൃഷ്ടിക്കാം. അത് സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ മാറ്റങ്ങളുടെ ചാലകശക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അതായിരിക്കട്ടെ നിങ്ങളുടെ ഉത്തമം. അതിന് പറ്റുന്ന ഒരു സ്ഥാപനമാകട്ടെ ഈ സ്ഥാപനമെന്ന് ആശംസിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.